നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ സഭയുടെ ഏറ്റവും പുതിയ സൂനഹദോസ്, രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രമാണരേഖകളാണ്. അതിൽ രണ്ടെണ്ണം നമ്മൾ പൂർത്തീകരിച്ചു. ലൂമൻ ജെൻസിയം എന്ന സഭയുടെ ആത്മാവബോധത്തിൻ്റെ ഡോക്യുമെൻ്റ്, ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ ദൈവവർബം എന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന് ആരംഭിക്കുന്ന ദൈവാരാധനയെക്കുറിച്ചുള്ള തിരുസഭയുടെ പ്രബോധന രേഖയാണ്. വത്തിക്കാൻ കൗൺസിൽ പ്രബോധന രേഖയാണ്. ദൈവാരാധനയെക്കുറിച്ചാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചിരുന്നു. ദൈവാരാധന എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണങ്ങളെക്കുറിച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞത് ഓർക്കുക. ഒന്നാമത്, പരിശുദ്ധ സഭ അടിസ്ഥാനപരമായ ഒരു ആരാധനാ സമൂഹമാണ്. ദൈവാരാധനയ്ക്കായി സമ്മേളിച്ചിരിക്കുന്ന സമൂഹമാണ്. ഒരു സോഷ്യൽ സംവിധാനമല്ല, ഒരു മതമല്ല, അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല. പകരം പരിശുദ്ധ സഭ അടിസ്ഥാനപരമായി ഒന്നാമതായി ദൈവാരാധനയ്ക്ക് വേണ്ടി മിശിഹായുടെ ശരീരത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതാണ് ഒരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കൗൺസിൽ തന്നെയും ആ കാരണത്താൽ ഏറ്റവും ആദ്യം പഠിക്കുന്നത്, സംസാരിക്കുന്നത് ഈ ഡോക്യുമെന്റിനെ കുറിച്ചാണ്. അതായത് പഠിക്കുന്നത് ഈ ഡോക്യുമെന്റാണ്. അതായത് ദൈവാരാധനയെക്കുറിച്ചാണ്. ദൈവാരാധനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് കൗൺസിൽ ആരംഭിക്കുന്നതെന്നും കൗൺസിലിന്റെ ആദ്യത്തെ ചർച്ചകളും ആദ്യം പ്രൊമുൾഗേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റും ഒക്കെ ഈ ദൈവാരാധനയെക്കുറിച്ചുള്ളതായിരുന്നു എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ പൊതു ആമുഖമാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ഈ ദൈവാരാധനയെക്കുറിച്ചുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആരംഭത്തിലാണ് ദ ഹോൾ കൗൺസിലിന്റെ ആമുഖം നിലകൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൗൺസിൽ കൂടിയത് എന്നൊക്കെ നമ്മൾ ഒരു 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞതൊക്കെ ഇന്ന് ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഓർക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സഭാരഹസ്യത്തിൽ ആരാധനാക്രമത്തിന്റെ സ്ഥാനം എന്താണെന്നാണ്. ദ മിസ്റ്ററി ഓഫ് ദി ചർച്ച്. തിരുസഭ എന്ന യാഥാർത്ഥ്യത്തിനകത്ത് ആരാധനാക്രമത്തിന്റെ ദൗത്യം എന്താണ് ഇതിന്റെ സ്ഥാനം എന്ന് സംസാരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫാണ്. രണ്ടാമത്തെ 3-ാമത്തെ പാരഗ്രാഫുകളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആരാധനാക്രമത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമ്മൾ പഠിക്കും. രണ്ടാമത്, വിവിധ റീത്തുകൾ അവ പലതരത്തിലുള്ള ആരാധനാക്രമ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവയാണ്. അതെങ്ങനെയാണ് അങ്ങനെ? അത് ശരിയാണോ? നമ്മൾ ഒരു കത്തോലിക്ക സഭയാകുമ്പം അതെല്ലാം കൂടി ഒറ്റ ആരാധനാക്രമമല്ലേ പിന്തുടരേണ്ടത്? അതിനകത്ത് ഈ വൈവിധ്യം ഉണ്ടാകുന്നത് ശരിയാണോ? ഇനി അങ്ങനെ വൈവിധ്യം ഉണ്ടെങ്കിൽ ഒരു സഭയ്ക്കകത്ത് കുറേ വൈവിധ്യം ഉണ്ടായിക്കൂടെ? അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത്തരം ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് കൂടുതൽ നമുക്ക് വ്യക്തത വരുത്തുകയൊക്കെ ചെയ്യും. ഇതിന്റെ കൂടെ ഇന്ന് ഞാൻ ഈ പരിശുദ്ധ പിതാവ് ലിയോ പപ്പ, നമ്മുടെ മാർപ്പാപ്പ ലിയോ പപ്പ മാർപ്പാപ്പയായ ശേഷം ഒരു 5-6 മാസം കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മ, നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയും കൂടെ ചെയ്യും. എന്ന് വെച്ചാൽ മാർപ്പാപ്പ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് എന്താണ് എന്നറിയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒത്തിരി പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ. നമ്മൾ വായിക്കുന്ന ഈ കൗൺസിൽ ഡോക്യുമെന്റിന്റെ ഒരു ഭാഗത്തിന്റെ വിശദീകരണമാണ് പാപ്പ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ കേട്ടോണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാകുകയും ചോദ്യോത്തരങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നു. ഇച്ചിരി വേഗത്തിൽ പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാമത്തെ പാരഗ്രാഫ് പഠിച്ചു. ആ പാരഗ്രാഫിനകത്ത് സംസാരിക്കുന്നത് കൗൺസിലിന്റെ മൊത്തത്തിലുള്ള ആമുഖമാണ്. എന്തിനു വേണ്ടിയാണ് ഈ കൗൺസിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ സഭയാകുന്ന ഈ ദൈവിക രഹസ്യത്തിനകത്ത് ആരാധനാക്രമത്തിന് എന്ത് പ്രാധാന്യമുണ്ട്, എന്ത് സ്ഥാനമുണ്ട് എന്നതാണ്. ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഭാഗവും മലയാള ഭാഗവും വായിക്കാം. ചിലപ്പം ഇത് കുറച്ച് ടെക്നിക്കൽ എന്നതുപോലെയോ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളായിട്ടൊക്കെ ഫീൽ ചെയ്യാം. നമ്മൾ ഇച്ചിരി സാധാരണ പോലെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകാൻ തുടങ്ങും. കാരണം ഇത് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു, 2000-ത്തിലധികം അഭിയുന്ന പിതാക്കന്മാർ ഒരുമിച്ച് കൂടുകയും വളരെ ഗൗരവമായ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് തീർത്തും ലൈറ്റായിട്ടുള്ള കുഞ്ഞു കഥകളായിട്ട് പറയാനായിട്ട് പറ്റത്തുമില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും അല്ലതാനും. ഇത് ശ്രദ്ധാപൂർവ്വം നമുക്ക് കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് ഇംഗ്ലീഷും വായിക്കാം, കുറച്ച് മലയാളവും വായിക്കാം. കാരണം ഇംഗ്ലീഷ് കുറച്ചുകൂടെ ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആരംഭിക്കുന്നതാണ്. ഫോർ ഇറ്റ് ഈസ് ദ ലിറ്റർജി ത്രൂ വിച്ച്, എസ്പെഷ്യലി ഇൻ ദ ഡിവൈൻ സാക്രിഫൈസ് ഓഫ് യൂക്രൈസ്റ്റ്, the work of our redemption is accomplished.
നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അതായത് നമ്മുടെ രക്ഷാ കർമ്മം, അതായത് നമ്മുടെ രക്ഷ നടക്കുന്നത്, നമ്മുടെ പരിത്രാണകർമ്മം പൂർത്തിയാക്കുന്ന ആരാധനാക്രമം വഴിയാണ് എന്നാണ്. എന്ന് വെച്ചാൽ മനുഷ്യ രക്ഷയുടെ ആധാരം ഈശോ മിശിഹായുടെ ബലിയാണ്, പ്രധാനമായും വിശുദ്ധ കുർബാനയാണ്. അത് നമുക്ക് തരുന്നത് വഴിയാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുന്നത്. ഈ തരുന്ന പ്രക്രിയയാണ് ആരാധനാക്രമം. എന്ന് വെച്ചാൽ കർത്താവായ ഈശോ മിശിഹ നമുക്ക് എന്താണോ തന്നത്, തൻ്റെ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, സംസ്കാരത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നമുക്ക് തന്നത് എന്താണോ അത് രക്ഷയാണ് നമുക്ക് തന്നത്. നിത്യരക്ഷയുടെ പങ്കാളികളാക്കി നമ്മളെ മാറ്റി നമുക്ക് നൽകിയത് എന്താണോ അത് ഇന്ന് നമുക്ക് തരുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ ആരാധനാക്രമത്തിന് അത്രമാത്രം വലിയ പ്രാധാന്യമുണ്ട്. ഈ ആരാധനാക്രമത്തിലാണ് നമ്മുടെ രക്ഷകനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച, നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ആ മിശിഹായുടെ പരിത്രാണ രഹസ്യങ്ങളെ, രക്ഷാകര രഹസ്യങ്ങളെ നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ഈ ആരാധനാക്രമത്തിനകത്താണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്ന് എടുത്തു പറയും. കാരണം വിശുദ്ധ കുർബാനയിൽ നേരിട്ട് ആ രഹസ്യങ്ങളാണല്ലോ പരികർമ്മം ചെയ്യപ്പെടുന്നത്. മറ്റെല്ലാ കൂദാശകളും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ കുർബാന എന്ന് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് സത്യത്തിൽ എല്ലാ കൂദാശകളെ സംബന്ധിച്ച് ബാധകമാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും ഈ ഈ കർത്താവിന്റെ പരിത്രാണ കർമ്മങ്ങൾ സംഭവിക്കുന്നത്, നമുക്ക് അനുഭവേദ്യമാകുന്നത് പരിശുദ്ധ മാമോദീസയിലാണെന്നുള്ളതാണ് സത്യം. കാരണം എന്താണ്, നമ്മൾ നേരത്തെ മാമോദീസയുടെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഓർക്കുക. ആദ്യത്തെ ക്ലാസ്സുകളിലാണ്. അത് കേട്ടിട്ടില്ലാത്തവർക്ക് അവിടേക്ക് ഒന്ന് ജസ്റ്റ് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോഴേലും ഇരിക്കുമ്പോൾ മാമോദീസയെ കുറിച്ച് ഒന്ന് കേൾക്കുന്നതാണ്. പരിശുദ്ധ മാമോദീസയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ മാമോദീസയിൽ സംഭവിക്കുന്നത്, മാമോദീസ എന്താണ്, മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാലാണ് അത് മനസ്സിലാവുക. മാമോദീസ എന്താണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഈശോയുടെ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. അവിടുന്ന് ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്. എന്താണ് ഈശോ ആഗ്രഹിക്കുന്ന മാമോദിസ? ഈശോ ആഗ്രഹിക്കുന്ന മാമോദിസ അത് അവിടുത്തെ കുരിശുമരണ സംസ്കാര ഉത്ഥാനങ്ങളാണ്. എന്തുകൊണ്ടാണ് അതിനെ മാമോദിസ എന്ന് വിളിക്കുന്നത്? ഈശോ ആരംഭിക്കുന്നത് തന്നെ, പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ മാമോദിസയോട് കൂടിയാണ്, മാമോദിസ സ്വീകരിച്ചുകൊണ്ടാണ്. എന്തായിരുന്നു അതിന്റെ അർത്ഥം? മാമോദിസയുടെ അർത്ഥം മരണം, സംസ്കാരം, ഉത്ഥാനം. ഇതാണ് മാമോദിസയുടെ അർത്ഥം. ഇതെന്റെ വാക്കുകളല്ല, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രബോധനമാണ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നമ്മൾ ഇത് വായിക്കും. കർത്താവിനോടുകൂടെ മരിക്കുകയും കർത്താവിനോടുകൂടി അടക്കപ്പെടുകയും അവിടുത്തോടുകൂടെ ഉയർക്കുകയും ചെയ്യുന്നതിനെയാണ് മാമോദിസ എന്ന് വിളിക്കുന്നത്. നാം ഓരോരുത്തരും മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത് മിശിഹായോട് ഐക്യപ്പെടാനാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അവനോടൊത്ത് നാം സ്വീകരിച്ചിരിക്കുന്ന മാമോദിസയിൽ നാം അവനോടൊത്ത് മരിക്കുന്നു. അവനോടൊത്ത് മരിച്ച നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെടുന്നു. ഇത് നാം അവനോടൊത്ത് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ കൂടെ മരിക്കുകയും ഈശോയുടെ അടക്കുകയും ഈശോയുടെ ഉയർക്കുകയും ചെയ്യുന്നതാണ് മാമോദിസ. കർത്താവ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകിയത് മാമോദിസയാണ് എന്ന് പറയാം. അഥവാ നമുക്ക് വേണ്ടി കർത്താവ് മാമോദിസ സ്വീകരിക്കുകയായിരുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കുന്നു, നമുക്ക് വേണ്ടി അടക്കപ്പെടുന്നു, നമുക്ക് വേണ്ടി ഉയർത്തുന്നു. ഇതേ സിംബോളിസമാണ് ഇന്ന് മാമോദിസയിൽ നമ്മൾ കാണുന്നത്. മാമോദിസ മുങ്ങുക എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. മാമോദിസ മുങ്ങുക എന്ന് പറയില്ലേ? എന്താണ് മാമോദിസ മുങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം? അത് വെറുതെ വെള്ളം തെളിക്കലല്ല. ഈശോയുടെ കൂടെ മരിക്കുന്നതിന്റെ അടയാളമായി, ഈ ഈശോയുടെ കൂടെ മരിച്ച കുഞ്ഞിനെ അടക്കുന്നതിന്റെ അടയാളമായി ജലോപരിതലത്തിൽ നിന്ന് ജലത്തിന്റെ അടിയിലേക്ക് ആഴ്ത്തുന്നു. മണ്ണിലേക്ക് അടക്കുന്നത് പോലെ തന്നെയാണത്. ആഴ്ത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഉയർക്കുന്നത് പോലെ ആ കുഞ്ഞ് ഉയർന്നു വരുന്നു. അതുകൊണ്ടാണ് മാമോദിസ മുങ്ങുക എന്ന് പറയുന്നത്. സത്യത്തിൽ മിശിഹായോടുകൂടെ മരിച്ച്, പാപത്തിന് മരിച്ച്, അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉത്ഥാനം ചെയ്യുന്നതാണ് പരിശുദ്ധ മാമോദിസ. ഈ മാമോദിസയുടെ ഫലങ്ങളാണ് കൂദാശകളിലൂടെ നമുക്ക് തരുന്നത്. പരിശുദ്ധ മാമോദിസ അത് നേരിട്ട് അത് തന്നെ നമുക്ക് തരുന്നു. പരിശുദ്ധ കുമ്പസാരത്തിലേക്ക് വരുമ്പം ഈ കൃപ, ഈ രക്ഷാകര കർമ്മത്തിന്റെ കൃപ മങ്ങിപ്പോയതിനെ വീണ്ടെടുക്കുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ കൂദാശകളിലും യഥാർത്ഥത്തിൽ കർത്താവിന്റെ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളുടെ ഫലങ്ങളാണ് നമുക്ക് തരുന്നത്. ഒരു വിവാഹം കഴിക്കുമ്പോൾ പോലും അങ്ങനെയാണ്.
ഒരു വിവാഹത്തിനകത്ത് പോലും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആലോചിക്കാറുള്ള എന്താണ്, രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ഒരു 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 ദൈവ ഒരു സഭയുടെ ആശീർവാദ പ്രവൃത്തിയാണ്. അങ്ങനെയല്ല. നമ്മൾ അതിന്റെ പ്രാർത്ഥനകൾക്കകത്തൊക്കെ പരിശോധിച്ചാൽ കർത്താവിന്റെ ബലിയർപ്പണത്തിന് സമാനമായ ഒരു ബലിയർപ്പണത്തിന് ഇവർ തയ്യാറാക്കുന്നത് പോലെ ഉണ്ടാകും. മിശിഹായുടെ ബലിയർപ്പണത്തിനോട് യോജിക്കുന്ന ഒരു ബലിയർപ്പണത്തിന് തങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പാവനവുമായ ബലിയായി മിശിഹായ്ക്ക് സമർപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ സമാപനാശീർവാദം. സിർ മലബാർ ക്രമത്തിലാണെങ്കിൽ അതിന് സമാപനാശീർവാദം തന്നെ. ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയാണ്. എങ്ങനെയാണത്? തന്റെ ജീവിത പങ്കാളിക്കായി തന്നെ ആത്മാർപ്പണം ചെയ്യാനുള്ള സന്നദ്ധതയൊക്കെയാണ്. അപ്പം ഇതെല്ലാം ആരംഭിക്കുന്നത് മിശിഹായോട് ചേർന്നാണ്. വിവാഹത്തെക്കുറിച്ച് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൗലോസ്ലീഹായുടെ വാക്കുകൾ എഫെസോസ് ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മളിങ്ങനെ വിവാഹത്തെക്കുറിച്ച് മുഴുവനും പറയുന്നത് മുഴുവനും സഭയോടും ക്രിസ്തുവിനും ബന്ധം. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്ന പോലെ, മിശിഹ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും അവസാനം പഠിപ്പിക്കും, മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. മിശിഹ എങ്ങനെയാണ് സഭയാകുന്ന വധുവിനെ സ്വീകരിച്ചത്? തന്റെ അവസാനത്തുള്ള രക്തം വരെ ചിന്തി കുരിശിൽ പിടഞ്ഞ് തന്റെ ജീവൻ കൊടുത്താണ് പരിശുദ്ധ സഭയെ കളങ്കമില്ലാത്ത വധുവായി തന്റെ രക്തത്താൽ കഴുകി തനിക്ക് തന്നെ സമർപ്പിച്ചത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടാണ്, ഈ സാദൃശ്യത്തിലാണ് വിവാഹം നടക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിവാഹം ഏറ്റവും നമുക്ക് ഒട്ടും ചിന്തിക്കാൻ, അതായത് കർത്താവിന്റെ പീഡാസഹന കുരിശുമരണത്തോട് ബന്ധമുണ്ടെന്ന് തോന്നാത്ത ഒരു കാര്യം എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ വിവാഹം തന്നെയും മിശിഹ തന്റെ വധുവാകുന്ന പരിശുദ്ധ സഭയെ തന്റെ രക്തം നൽകി, തന്റെ ജീവൻ നൽകി, തന്നെ ബലിയായി അർപ്പിച്ച് വീണ്ടെടുത്തതിന് സമാനമായിട്ടാണ് വിവാഹത്തെ സ്ഥാപിക്കുന്നത്. നമ്മൾ പിന്നീട് ഈ ആരാധനാക്രമം പൂർത്തീകരിക്കുമ്പം, നമ്മൾ ഈ ഡോക്യുമെന്റ് പൂർത്തീകരിക്കുമ്പം, നമ്മൾ കഴിഞ്ഞ ദൈവഗർഭം പൂർത്തീകരിച്ചിട്ട് ബൈബിൾ പഠിച്ചതുപോലെ ഈ ആരാധനാക്രമത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിയുന്നിടത്തോളം ഈ ടെക്സ്റ്റുകളോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് നമുക്ക് പഠിക്കാൻ നോക്കാം. അതുപോലെ വിവാഹത്തിന്റെ കർമ്മങ്ങളുടെയൊക്കെ ടെക്സ്റ്റുകൾക്കകത്തുള്ള പ്രാർത്ഥനകളുടെ പ്രത്യേകതകളൊക്കെ എടുത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് കാണാനൊക്കെ നോക്കാം. അപ്പം എല്ലാ കൂദാശകളുടെയും പ്രത്യേകത അത് നമുക്ക് തരുന്നത് ഈ രക്ഷാകര സംഭവമാണ്. മിശിഹായിലൂടെ സാധ്യമായ രക്ഷ, അവിടുന്ന് നമുക്ക് തന്ന രക്ഷ, അത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്ന വഴിയാണ് ഈ ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം എന്താണ്? ആരാധനാക്രമത്തെ ഉപേക്ഷിച്ചാൽ, മാറ്റി നിർത്തിയാൽ നമുക്ക് കർത്താവിന്റെ രക്ഷ അന്യമാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, പക്ഷെ നമുക്കതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഇടം ആരാധനാക്രമമാണ്. ആരാധനാക്രമം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ വരും. ചില ആളുകൾക്ക് ആരാധനാക്രമത്തെക്കാളും പ്രധാനപ്പെട്ടത് സ്വകാര്യ പ്രാർത്ഥനകളൊക്കെ എന്ന് വെച്ചാൽ, കുർബാനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ജപമാല ചൊല്ലുന്നത് എൻ്റെ വലിയ കാര്യമാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ജപമാല ചൊല്ലുന്നത് എപ്പോഴും നല്ലതാണ്, ജപമാല ഉറപ്പായിട്ടും ചെല്ലണം, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ അത് ചെല്ലുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരിടത്തുള്ളത് എന്താണ്? മിശിഹായുടെ നൽകപ്പെട്ട രക്ഷാകർമ്മത്തിന്റെ സ്വീകരണ ഇടമാണ് അത്. മറുവശത്തോ അത് അതിന് സാക്ഷിയൊക്കെ ആയിരുന്ന പരിശുദ്ധ മറിയത്തോട് ചേർന്ന് മിശിഹ രഹസ്യങ്ങളെ ധ്യാനിക്കലൊക്കെ, അതൊരു കുറെ കൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത് സഭയുടെ ഔദ്യോഗികമായ പ്രവൃത്തിയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആരാധനാക്രമ ജീവിതത്തോട് ചേർന്ന് നിൽക്കാനാണ്. ഒരു ആരാധനാക്രമ ജീവിതമാണ് സഭാജീവിതം. ഒരാള് ഞാനൊരു സഭാംഗമാണ്, ഞാൻ വിശ്വാസിയാണെന്നൊക്കെ അഭിമാനത്തോടെ പറയുമെന്ന് വിചാരിച്ചു, അപ്പൊ തന്നെ ചോദിക്കുന്ന ചോദ്യം നിന്റെ ആരാധനാക്രമ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതിനോടുള്ള ബഹുമാനം, അവയോടുള്ള ആദരവ്, അതാണ് ഒരാളുടെ വിശ്വാസത്തിന്റെ അടയാളം. ഈ ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് ഒരാളുടെ വിശ്വാസത്തിന്റെ അടയാളം. ഉദാഹരണം പറഞ്ഞാല്, ഒരാൾക്ക് ഈ ദൈവാരാധന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിസ്സാര കാര്യങ്ങളാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ ആളെ കരുതുന്നതെന്ന് കരുതുക. അതിപ്പോ എന്താണ് കുർബാന, അവിടെ എന്താണ് പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്ന മട്ടിലൊക്കെയാണ് ആൾ കരുതുന്നത്. എന്നാൽ സഭയുടെ മറ്റു പരിപാടികൾക്കകത്തൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. സഭാ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്തൊക്കെ നല്ല ആക്റ്റീവാണ്. അങ്ങനെ സമ്മേളനങ്ങളൊക്കെ പിരിച്ചു കൂട്ടാനും സംഘടനാ പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ ഏർപ്പെട്ട ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ആരാധനക്രമത്തിനകത്ത് പങ്കാളിത്തമില്ലെന്ന് വിചാരിച്ചു, ഹൃദയം കൊണ്ട് താല്പര്യമുള്ള പങ്കാളിത്തമില്ലെന്ന് വിചാരിച്ചു. ആ വ്യക്തി ഈശോ ആൾക്ക് വേണ്ടി എന്തിനു വേണ്ടി മരിച്ചോ അത് സ്വീകരിക്കാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. കർത്താവ് നമുക്ക് വേണ്ടി എന്തിനു വേണ്ടി മരിച്ചോ, എന്തിനു വേണ്ടി പീഡ സഹിച്ചോ, അത് നമുക്ക് കിട്ടുന്ന ഏകമാർഗം തിരുസഭയ്ക്ക് നമുക്ക് തരാൻ കഴിയുന്ന ഏകമാർഗം അത് ആരാധനാക്രമമാണ്. ആരാധനാക്രമത്തിലെ കൂദാശകളിലൂടെ, കൂദാശ അനുകരണങ്ങളിലൂടെ, യാമപ്രാർത്ഥനയിലൂടെ, യാമപ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. യാമപ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ രക്ഷാകർമ്മമാണ് നമ്മൾ പുനരനുഭവിക്കുന്നത്. അത് അനുഭവിക്കുന്ന ഇടമാണത്. ദ എക്സ്പീരിയൻഷ്യൽ
ഏരിയ എന്ന് പറയുന്നത് ഈ സാക്രമെന്റ്സ് ആണ്. നമ്മൾ ഈ കാര്യം മറക്കരുത്. അതായത് ഈ വിശുദ്ധ രഹസ്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന സത്യവിശ്വാസം, എന്തൊക്കെയാണ് വിശ്വാസത്തിലുള്ളത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വിശ്വാസ പ്രമാണത്തിനകത്തുള്ള കാര്യങ്ങളെ വിശദീകരിച്ചൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി സമയത്ത് ഈ വിശ്വാസ രഹസ്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അങ്ങനെ ഒത്തിരി വിഷയങ്ങളെ, വിശ്വാസ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കത് പഠിക്കാൻ പറ്റും. എവിടെ നിന്നും പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പഠിക്കാൻ പറ്റും, പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. പല വിധത്തിൽ നമുക്ക് കർത്താവിലുള്ള വിശ്വാസത്തെ പഠിക്കാൻ പറ്റും. ഇനി വിശ്വാസം എങ്ങനെയാണ് ഒരാൾ അനുഭവിക്കുന്നത്? എങ്ങനെയാണ് വിശ്വാസം അനുഭവിക്കുന്നത്, അഥവാ വിശ്വാസ രഹസ്യങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? വേർ ഇസ് ദ എക്സ്പീരിയൻഷ്യൽ റെലം ഓഫ് യുവർ ഫെയ്ത്ത്? നമ്മൾ എപ്പോഴും പറയില്ലേ, അനുഭവപരമായ വിശ്വാസം, വിശ്വാസം അനുഭവിക്കണം എന്നൊക്കെ പറയില്ലേ. അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്താണ് ഈ അനുഭവം? തിരുസഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ അനുഭവത്തിന്റെ തലമാണ് കൂദാശകൾ. അനുഭവത്തിന്റെ തലമാണ് കൂദാശകൾ എന്ന് പറഞ്ഞാൽ, ഈശോയുടെ പീഡാസഹന കുരിശുമരണത്തെക്കുറിച്ച് നീ പഠിക്കുന്നു. നീ അത് എവിടെ അനുഭവിക്കുന്നത്? മാമോസ സ്വീകരിക്കുമ്പോൾ നീ അത് അനുഭവിക്കുകയാണ്. ഇനി കർത്താവിന്റെ പരസ്യജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ പ്രബോധനങ്ങളെക്കുറിച്ച് ഒക്കെ നീ പഠിക്കുന്നു. നീ എവിടെയാണ് അനുഭവിക്കുന്നത്? മിശിഹായുടെ ജീവിതം, മിശിഹാ രഹസ്യങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. വിവാഹത്തെക്കുറിച്ച് നമുക്ക് ധാരാളം പഠിക്കാൻ പറ്റും. ദൈവം മനുഷ്യനെ ആനാദിയിലെ സ്ത്രീ പുരുഷനുമായി സൃഷ്ടിച്ചുവെന്നും അവരതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വിട്ട് അവർ ഒന്നായി തീരുമെന്നും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. എവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എക്സ്പീരിയൻസ് ചെയ്യുന്നത് പരിശുദ്ധ വിവാഹ കൂദാശയിലാണ്. ഇനി പൗരോഹിത്യം, മിശിഹായുടെ പൗരോഹിത്യം, അവയുടെ കർത്താവിന്റെ നിത്യപൗരോഹിത്യം, ആ പൗരോഹിത്യത്തിന്റെ ധർമ്മങ്ങൾ, ശുശ്രൂഷകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് തിയററ്റിക്കലി പഠിക്കാൻ പറ്റും, പുസ്തകങ്ങൾ എഴുതാൻ പറ്റും. പക്ഷെ അത് അനുഭവിക്കുന്ന എവിടെയാണ്? അത് പൗരോഹിത്യം എന്ന കൂദാശയിലാണ്. ആ കൂദാശയുടെ ജീവിതത്തിലൂടെയാണ് അത് അനുഭവിക്കുന്നത്. നമുക്കത് കിട്ടുന്ന അവരുടെ വൈദികരുടെ ജീവിതത്തിലൂടെയൊക്കെയാണ് നമുക്കത് ലഭിക്കുക. ഇങ്ങനെ കർത്താവിന്റെ സൗഖ്യം, കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുകയും ഒരു വ്യക്തിയെ തന്നെ ആന്തരികമായി ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഈ സൗഖ്യം എവിടെയാണ് കിട്ടുന്നത്? ഈ സൗഖ്യം കിട്ടുന്നത് കൂദാശകൾക്കകത്താണ്. ബാക്കിയെല്ലാം ഈ ആരാധനാക്രമത്തിന്റെ കൂദാശകളുടെ തുടർച്ച മാത്രമാണ്. ബാക്കിയെല്ലാം തുടർച്ചയാണ്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് നമുക്ക് നന്നായി ആരാധിക്കാൻ പറ്റുന്ന ഒരിടമാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്താണ് ശരിക്കും? യഥാർത്ഥ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ തുടർച്ചയാണ്. ഏതാണ് യഥാർത്ഥ പ്രൈസ് ആൻഡ് വർഷിപ്പ്? ദാറ്റ് ഈസ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ദൈവത്തെ ശരിക്കും പ്രൈസ് ചെയ്യുന്നത്, വർഷിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ ആദ്യത്തെ ഉത്തരം നമ്മൾ ഒരു ധ്യാനത്തിനകത്ത് പാട്ടൊക്കെ വെച്ച് ദൈവത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ബേസിക്കലി ഈസ് ലിറ്റർജി. ദൈവാരാധനയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. അത് സഭ തന്നെ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതാണ്. അതിന്റെ പൂർണ്ണതയിൽ മിശിഹായുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന അവയവങ്ങളായ നമ്മൾ ആ മിശിഹായോടൊത്ത്, അഥവാ മിശിഹായുടെ ശരീരത്തിൽ പിതാവിനോട് സംസാരിക്കുന്നത്, പിതാവിന് തന്നെ അർപ്പിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, രക്ഷാകർമ്മത്തെ തുടങ്ങിയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആരാധനാക്രമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ആരാധനാക്രമ കേന്ദ്രീകൃതമല്ലാത്ത ഒരാധ്യാത്മികത ആത്മീയതയല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ആരാധനാക്രമ കേന്ദ്രീകൃതമല്ലാത്ത ഒരാധ്യാത്മികത വെച്ചാൽ, എനിക്ക് എൻ്റെ ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയറിലൊക്കെ വളരെ പർട്ടിക്കുലർ ആണ്. പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്, ഞങ്ങൾ അതിനകത്തൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കും. എന്നതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ശരിയാകണമെന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതം ഇതൊക്കെ ശരിയാകുന്ന എപ്പോഴാണെന്നറിയാമോ? ആരാധനാക്രമത്തിൽ നിന്ന് അവ ഉത്ഭവിക്കും മാത്രമാണ്. എന്ന് വെച്ചാൽ, ദൈവാരാധനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആ പരസ്യാരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴും തുടർന്ന് ആരാധിക്കാനുള്ള ആഗ്രഹത്തോടെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ, സ്തുതിച്ച് പാടാൻ, പാട്ട് പാടി പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന ഗ്രൂപ്പുകൾക്കകത്തിരിക്കാൻ, ജപമാലയൊക്കെ ചെല്ലാൻ, ഇങ്ങനെയൊക്കെ, ഇതെല്ലാം ഈ ആരാധനാക്രമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അതിന്റെ എക്സ്റ്റൻഷൻസുമായിരിക്കണമെന്നാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അവ ശരിയാവുകയുള്ളൂ. അല്ലാതെ, ഞാനിത് പറയാൻ കാരണങ്ങളുണ്ട്. പല ആളുകളെ സംബന്ധിച്ച് ആരാധനാക്രമം ഒരകന്ന വിഷയമാണ്. എന്ന് വെച്ചാൽ അതെന്നാ നമുക്ക് മനസ്സിലാകണില്ല. അത് പള്ളിയിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അനുഭവമുള്ള പ്രാർത്ഥന, ഒരു ഇങ്ങനത്തെ ഒരു കീബോർഡൊക്കെ വെച്ച് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ഭയങ്കര അനുഭവമാണ് എന്ന് വിചാരിക്കും. യഥാർത്ഥ അനുഭവം
മിശിഹായുടെ കുരിശുമരണത്തിൻ്റെതാണ്, മിശിഹായുടെ കുരിശുമരണ പീഡാസഹന ഉത്ഥാനങ്ങളുടേതാണ്. അത് അനുഭവിക്കാൻ ഒരാൾക്ക് ആകെ പറ്റുന്നത് ആരാധനാക്രമത്തിലാണ്. അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്ഥലത്തും പറ്റില്ല. ഇത് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ഒരുപക്ഷെ വൈദികർ പോലും ആരാധനാക്രമത്തെ വൈകാരിക അനുഭവമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തും. വൈദികർ പോലും വൈകാരിക അനുഭവമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തും. അതൊരു വൈകാരിക അനുഭവമല്ല, ഒരു ആധ്യാത്മിക അനുഭവമാണ്. ഇത് രണ്ടാണ്. വൈകാരിക അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ തന്നെ നല്ല പാട്ട് കേൾക്കുമെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഭയങ്കര വിപ്ലവ ഗാനം കേൾക്കുകയാണെന്ന് വിചാരിക്കുക. വിപ്ലവ ഗാനം കേൾക്കുക, അതിങ്ങനെ കുറച്ചു നേരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഉണർവൊക്കെ വരും, അല്ലെ? അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊരു വൈകാരിക അനുഭവമാണ്. വൈകാരിക അനുഭവമാണ്. വളരെ എന്താ പറയാ, ഒരു 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 മരിച്ചടക്കിന്റെ പ്രസംഗം അതിങ്ങനെ വിഷാദാത്മകമായിട്ട് ഇങ്ങനെ പറയാൻ ചിലപ്പോൾ നമ്മുടെ കണ്ണിക്കൂടെ കണ്ണുനീരൊക്കെ വരും. അത് ഭയങ്കര എക്സ്പീരിയൻഷ്യലാണ്. ഇങ്ങനെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നതോ, നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ആവേശം ഉണ്ടാകുന്നതോ, നമ്മുടെ ശരീരം ആകെ കോരിത്തിരിക്കുന്നതോ ആണ് അനുഭവം എന്ന് വിചാരിക്കരുത്. അവ ശാരീരിക അനുഭവങ്ങളാണ്. യഥാർത്ഥ ദൈവാനുഭവം എന്ന് പറയുന്നത് ആധ്യാത്മിക അനുഭവമാണ്. അവ സഭയുടെ അനുഭവമാണ്. ദൈവീക രഹസ്യങ്ങൾ അനുഭവിക്കലാണ്. അത് ആരാധനാക്രമത്തിൽ സംഭവിക്കേണ്ടതാണ്. മനസ്സിലായോ? അത് അനുഭവിക്കാൻ കഴിയുന്ന ഒരാൾ അതിനെ കണ്ണുനീരോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് അർത്ഥമുണ്ട്. അത് ശരിയാണ്. അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഇതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ശരിക്കും മനസ്സിലാക്കണം. ഞാനിതിനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾ അത് അങ്ങനെ ചെയ്യട്ടെ, ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് എവിടെ നിന്നായിരിക്കണം? വെറുതെ ഒരു അയ്യോ എന്റെ പാവം ഈശോ കുരിശ് മരിക്കുക അല്ലെ എന്ന് തോന്നലിൽ നിന്നാവരുത്. അത് ഒരു വൈകാരിക അനുഭവമാണ്. അതൊരു ശാരീരിക വൈകാരിക അനുഭവം. അതൊരു സെൻസ് ബേസ്ഡ് ആയിട്ടുള്ള വൈകാരിക അനുഭവമാണ്. ആരാധനാക്രമത്തിന്റെ അനുഭവിക്കൽ എന്ന് പറയുന്നത് വെറും വൈകാരിക അനുഭവമല്ല, അത് ആധ്യാത്മിക അനുഭവമാണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ, ദാറ്റ് ഈസ് ഇന്റേണൽ. അത് കൺവിക്ഷന്റെ മേലുള്ളതാണ്. അത് പുനരനുഭവിക്കലിൻ്റെതാണ്. അത് പരിശുദ്ധ സഭാഗാത്രമാണ് അത് അനുഭവിക്കുന്നത്. ആ അനുഭവിക്കൽ തൊലിപ്പുറത്തുള്ളതല്ല. അത് വൈകാരികമാകണമെന്നുമില്ല. ആകാം, പക്ഷെ ആകണമെന്നുമില്ല. ഇത് ശരിക്കും ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ, പരിശുദ്ധ കുർബാന ഒരു അനുഭവം അല്ലായിരുന്നു എന്നൊക്കെ തോന്നും. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇത് അങ്ങനെ അങ്ങോട്ടൊരു എന്താ പറയാ, നമുക്കത് കേട്ടപ്പോൾ ഒരു കോരിത്തെരിപ്പൊന്നും ഉണ്ടായില്ല എന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. അതല്ല പ്രിയ സഹോദരങ്ങളെ ഈ ദൈവാരാധനയുടെ അനുഭവം എന്ന് പറയുന്നത്. മറ്റതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് പല കുറുക്ക് വഴികളുണ്ട്. പല കുഞ്ഞു കുഞ്ഞു കുറുക്ക് വഴികളൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഈ അനുഭവം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിശുദ്ധ കുർബാന ആരാധനയിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ നമ്മൾ വിൽ ബി ടേക്കൺ അപ്പ്. നമുക്കൊരു ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും, അനുഭൂതി ഉണ്ടാകും. പക്ഷെ അതല്ല ആരാധനാക്രമാനുഭവം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ ഭാഗമാണ് എന്നും മിശിഹായുടെ കുരിശുമരണ പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങളിലൂടെ ഞാനും പങ്കാളിയായി കടന്നു പോകുന്നുവെന്നും അതിൻ്റെ ഫലങ്ങൾ കർത്താവ് എനിക്ക് തന്നുവെന്നുമൊക്കെയുള്ള തിരിച്ചറിവിന്റെ ബോധ്യമാണ് ശരിക്കും ലിറ്റർജിക്കൽ അനുഭവം എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെറും അനുഭവങ്ങളിലേക്ക്, അത് വെറും ഈ തൊലിപ്പുറത്തുള്ള വൈകാരിക അനുഭവങ്ങളിലേക്ക് പോകരുത്. ഈ വൈകാരിക അനുഭവങ്ങളിലാണ് ഈ പ്രാർത്ഥന നിലനിൽക്കുന്നത്, ആത്മീയത നിലനിൽക്കുന്നത്, ആരാധനാക്രമം ജീവിക്കുന്നതെന്നും കരുതരുത്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ കരുതിയാൽ, തെറ്റിദ്ധരിച്ചാൽ ആളുകൾക്ക് അത് കൊടുക്കാനുള്ള ശ്രമം ചിലപ്പോൾ വൈദികർ നടത്തും. എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയ്ക്ക് കുറച്ച് ജിൽജിൽ പാട്ടുകൾ, 2 പുതിയ പാട്ടൊക്കെ അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല ഇഷ്ടമാവുമല്ലോ എന്ന് അച്ഛൻ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഒരു വൈദികന് അതിനുള്ള അർഹതയില്ല. എന്ന് പറഞ്ഞാൽ സഭയുടെ ബലി സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ കിട്ടാൻ ദൈവജനത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. അത് കൊടുക്കാനുള്ള കടമ വൈദികനുണ്ട്. അത് കൊടുക്കാനുള്ള കടമയുണ്ട്. അല്ലാണ്ട് അത് അച്ഛന്റെ ഔദാര്യമല്ല. അച്ഛൻ അത് അങ്ങനെ കൊടുക്കണം. തിരുസഭ എങ്ങനെയാണോ ദൈവജനത്തിന് അത് നൽകാൻ കടപ്പെടുത്തിയിരിക്കുന്നത്, അത് കൊടുക്കലാണ് വൈദികന്റെ ആധ്യാത്മികത. ഇനി അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? എങ്ങനെയാണ് അത് വൈകാരികമായി കൊടുക്കാവുന്നത്? എങ്ങനെയാണ് അതിനെ അനുഭവപ്രദമായി കൊടുക്കാവുന്നത്? എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാവുന്നത്? അത് അച്ഛന്റെ സ്കില്ല് കൊണ്ടല്ല, പകരം പരിശുദ്ധ സഭ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളോടുള്ള സൂക്ഷ്മത കൊണ്ടാണ്, ശ്രദ്ധ കൊണ്ടാണ്. അത് അതേപോലെ ചെയ്യണമെന്നുള്ള ഉറപ്പിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്.
അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഒരു വൈകാരിക അനുഭവത്തിൽ നിന്നോ ഒരു വൈകാരിക വിചാരത്തിൽ നിന്നോ തോന്നലിൽ നിന്നോ ഒരു ജനത്തെ ഒരു ആധ്യാത്മിക അനുഭവത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആരാധനാക്രമത്തിന്റെ നേതൃത്വം വഹിക്കുന്ന വൈദികൻ ചിന്തിക്കാൻ പാടില്ല, കാർമ്മികൻ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഈ കാർമ്മികൻ ഒരു 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 പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിലൊക്കെയുള്ള നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത് പോലെ ആളുകളുടെ ഹൃദയത്തെ ഇങ്ങനെ തമ്മാനമാടുന്ന ഒരു 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 വൈകാരിക അനുഭൂതി കൊടുക്കാൻ വേണ്ടിയുള്ള ആളല്ല. പകരം പരിശുദ്ധ സഭയുടെ തിരിച്ചറിവ്, പരിശുദ്ധ സഭയുടെ അനുഭവത്തെ പകർന്നു കൊടുക്കാനുള്ള ആളാണ് എന്നതാണ് അടിസ്ഥാനപരമായി ഒന്നാമത് നമ്മൾ ഓർക്കേണ്ട വിഷയം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭ എങ്ങനെയാണോ ഈ ദൈവിക രഹസ്യങ്ങൾ അനുഭവിക്കുന്നത് ആ വിധത്തിലാണ് അത് നൽകേണ്ടത് എന്നതാണ് ഈ പറഞ്ഞു വന്ന കാര്യം. ഇനി നമുക്ക് നമ്മൾ ഇതിന്റെ ഭാഗം വായിച്ചു തുടങ്ങാം. ഞാൻ ആദ്യത്തെ വാചകം വായിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ പരിത്രാണകർമ്മം പ്രാവർത്തികമാക്കുന്ന ആരാധനാക്രമം വഴിയാണ് നാം ഈ രഹസ്യങ്ങൾ സ്വീകരിക്കുന്നത് എന്ന്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന വഴിയാണ് വിശ്വാസികൾ മിശിഹായുടെ രഹസ്യവും സഭയുടെ യഥാർത്ഥ സ്വഭാവവും ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ പരിശുദ്ധ സഭയുടെ നേച്ചർ എന്താണ്, തിരുസഭ എന്താണ് എന്നത് അനുഭവിക്കുന്നതും ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നതും ആരാധനാക്രമത്തിലൂടെയാണ്. ആരാധനാക്രമം വഴിയാണ്, പരിശുദ്ധ കുർബാന വഴിയാണ് വിശ്വാസികൾ നമ്മളെല്ലാവരും ഈശോ മിശിഹായുടെ രഹസ്യവും സഭയുടെ യഥാർത്ഥ സ്വഭാവവും ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒരു വിശ്വാസി മിശിഹാ രഹസ്യവും സഭാ രഹസ്യവും ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നത് ആരാധനാക്രമം വഴിയാണ്. അതോടെ ഓർക്കണേ, ദൈവത്തോടുള്ള ബന്ധത്തിന്റെ വിഷയം മാത്രമല്ല അത്, പകരം സമൂഹത്തോട്, മറ്റു മനുഷ്യനോടുള്ള പ്രഘോഷണം അത് ആരാധനാക്രമം വഴിയാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങേ അറ്റത്ത് നീ പള്ളിയിൽ പോകുന്നത് കാണുന്നത് സഭ എന്താണെന്നും മിശിഹ എന്തിനു വേണ്ടിയാണ് മരിച്ചതെന്നും അവർക്ക് ബോധ്യമാകാൻ കൂടെ കാരണമാകും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു തീർത്തും താഴത്തെ തരത്തിലേക്ക് വരുന്ന, അനുദിന ജീവിതത്തിന്റെ ഭാഗത്തിലേക്ക് വരുന്ന ഒരർത്ഥം പോലും അതിനുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് മിശിഹായുടെ രഹസ്യവും സഭയുടെ യഥാർത്ഥ സ്വഭാവവും, ഇത് രണ്ടും വെളിപ്പെടും. ഇനി അടുത്ത കാര്യം എന്താണ്? പരിശുദ്ധ സഭയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു. തിരുസഭ മാനുഷികമാണ്, അതേസമയം ദൈവികമാണ്. കുറെ കോൺട്രഡിക്ഷൻസ് എടുത്തു പറയും. ഇംഗ്ലീഷിൽ വായിക്കാം. ദ ചർച്ച് ഇസ് എസെൻഷ്യലി ബോത്ത് ഹ്യൂമൻ ആൻഡ് ഡിവൈൻ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വിസിബിൾ ബട്ട് എൻഡോർഡ് വിത്ത് ഇൻവിസിബിൾ റിയാലിറ്റീസ്. മൂന്നാമത്, zealous in action and dedicated to contemplation. എന്ന് പറഞ്ഞാൽ പ്രവർത്തനോന്മുഖമാണ് പക്ഷെ ധ്യാനാത്മകമാണ്. കണ്ടംപ്ലേഷൻ. പ്രസന്റ് ഇൻ ദ വേൾഡ് ബട്ട് ആസ് എ പിൽഗ്രിം. ഇങ്ങനെയാണ് തിരുസഭ. തിരുസഭ ഒരു 2-3-4 കോൺട്രഡിക്ഷൻസിനകത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് പരിശുദ്ധ സഭ ബോധ്യപ്പെടുകയാണ്, അഥവാ എടുത്തു പറയുകയാണ്. ഏതൊക്കെയാണത്? ഒന്ന്, പരിശുദ്ധ സഭ ഒരേ സമയം മാനുഷികമാണ്, അതേസമയം ദൈവികമാണ്. മിശിഹായുടെ ശരീരമാണത്, നമ്മൾ ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മിശിഹാ ശരീരത്തിൽ നമ്മൾ ഉൾച്ചേർന്നിരിക്കയാൽ ഒരേ സമയം ദൈവികമാണ്, അതേസമയം മാനുഷികവുമാണ്. മനുഷ്യനും ദൈവവും, മനുഷ്യന്റെ ഹ്യൂമൻ എലമെന്റും ഡിവൈൻ എലമെന്റോട് കൂടി ഒരുമിച്ച് ചേർന്നിരിക്കുന്നതാണ് സഭ. രണ്ടാമത്, ഇറ്റ്സ് വിസിബിൾ ആൻഡ് എൻഡോർഡ് വിത്ത് ഇൻവിസിബിൾ റിയാലിറ്റീസ്. വിസിബിൾ, ദൃശ്യമാണ്, അതേസമയം പരിശുദ്ധ സഭ അദൃശ്യ യാഥാർത്ഥ്യം കൂടിയാണ്. എന്തൊക്കെയാ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് സഭയെ കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. അദൃശ്യ യാഥാർത്ഥ്യം എന്ന് പറയാൻ കാരണം, ഇവിടെ നമുക്ക് സഭയെ കാണാം, പക്ഷെ അതുമാത്രമല്ല സഭ, സ്വർഗീയ സഭ സഭയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശുദ്ധീകരണ സഭ തിരുസഭയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് കാണാവുന്ന എന്താണ്? നമ്മൾ ആൾക്കാരെയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നത്. പക്ഷെ അത് മാത്രമാണോ? മിശിഹായുടെ ശരീരമാണ് പരിശുദ്ധ സഭ, ഉദ്ധിതനായ മിശിഹായാണ് ആ സഭ. ഇങ്ങനെ നമുക്ക് അദൃശ്യമായ ഒത്തിരി ഘടകങ്ങളുണ്ട്. എന്നാൽ ഈ ലോകത്ത് സഭ ദൃശ്യമാണ്. തിരുസഭ ഇല്ലെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാണാം, ആ സഭ ഇവിടെയുണ്ട് എന്ന് ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ വിസിബിൾ ആണ്, അതേസമയം എൻജോയ്ഡ് വിത്ത് ഇൻവിസിബിൾ റിയാലിറ്റീസ്. ഇനി zealous in action എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവളാണ് പരിശുദ്ധ സഭ. തിരുസഭ എപ്പോഴും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. ലോകത്തിൽ പ്രവർത്തന നിരതമാണ് സഭ, പക്ഷേ കണ്ടംപ്ലേറ്റീവ് ആണ്, ധ്യാനനിരതയാണ്. പ്രവർത്തിക്കുകയും അതേസമയം ധ്യാനനിരതയുമായിരിക്കുന്നു. മലയാളത്തിൽ ഇങ്ങനെ വായിക്കാവേ. ഇങ്ങനെയാണ്. ദൃശ്യവും തിരുസഭ മാനുഷികവും അതേസമയം ദൈവികവും, ദൃശ്യവും അദൃശ്യവുമായവയാൽ ധന്യയും, പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലയും,
ധ്യാനനിഷ്ഠയിൽ നിർവൃത്തയും ലോകത്തിൽ സന്നിഹിതയും എങ്കിലും പ്രവാസിനിയുമായിരിക്കുക എന്നതാണ് അവളുടെ സ്വഭാവം. ലോകത്തിൽ പ്രവർത്തന നിരതയാണ് അവൾ, ലോകത്തിലാണ് അവൾ. പക്ഷേ അവൾ സത്യത്തിൽ ലോകത്തിൽ സ്ഥിരവാസത്തിൻ്റെതല്ല. അവൾ പിൽഗ്രിം ചേർച്ചാണ്, അതായത് തീർത്ഥാടക സഭയാണ്. സ്വർഗോന്മുഖമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും യഥാർത്ഥ ഭവനം സ്വർഗീയ ഭവനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും സഞ്ചരിക്കുന്നവളാണ് അവൾ, പരിശുദ്ധ സഭ എന്നതാണ് തിരുസഭ. ഇനി അങ്ങനെയുള്ള ഒരു സമയത്ത് തിരുസഭ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ അവളിൽ മാനുഷികമായവ ദൈവീകതയിലേക്കും ദൃശ്യമായവ അദൃശ്യതയിലേക്കും പ്രവർത്തനോന്മുഖമായവ ധ്യാനാത്മകതയിലേക്കും ഇപ്പോഴുള്ളവ നാം പ്രതീക്ഷിക്കുന്ന ഭാവി നഗരത്തിലേക്ക് ലക്ഷ്യം വെച്ചും അവയ്ക്ക് വിധേയപ്പെട്ടും ഇരിക്കുന്നു. ഈ പരിശുദ്ധ സഭയുടെ വലിയൊരു ക്യാരക്ടറിനെ കുറിച്ച്, നേച്ചറിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ഇത്ര നേരം ആദ്യം എന്ത് പറഞ്ഞു? ഈ കോൺട്രഡിക്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ദൃശ്യമാണ്, അതേസമയം അദൃശ്യമാണ്. ഇനി ഇതിനെ കൂട്ടിച്ചേർത്ത് പറയാണ്, ദൃശ്യമായിരിക്കുമ്പോഴും അദൃശ്യമായവയിലേക്കാണ് അവളുടെ കണ്ണ്. ഈ ഭൂമിയിൽ ദൃശ്യമായ സഭ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സഭ ലക്ഷ്യം വെക്കുന്ന എവിടേക്കാണ്? അദൃശ്യമായ സ്വർഗീയ സൗഭാഗ്യത്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. ഓരോ കുഞ്ഞു കാര്യം എടുത്തു നോക്കാം. അവളിൽ മാനുഷികമായവ, ഒന്ന് തൊട്ട് തുടങ്ങാം. അവളിൽ മാനുഷികമായവ ദൈവീകമായവയിലേക്ക് ലക്ഷ്യം വെക്കുന്നു. പരിശുദ്ധ സഭയിലെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? സഭ എന്തിനാണ് ജീവിക്കുന്നത്? അത് വെറുതെ മനുഷ്യ ശുശ്രൂഷയ്ക്കല്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. സഭാ സമൂഹത്തിന് മൊത്തത്തിൽ ഈ തെറ്റിദ്ധാരണയുണ്ട്. മിക്ക ആളുകൾക്ക് ഈ തെറ്റിദ്ധാരണയുണ്ട്. ചിലപ്പോൾ അച്ഛന്മാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ മുഴുവൻ എനർജിയും നമ്മുടെ ശ്രദ്ധയും മുഴുവനും ഈ എന്താ പറയാ മനുഷ്യ സേവനത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. മനുഷ്യ സേവനം, മനുഷ്യ ശുശ്രൂഷ, മനുഷ്യന് വേണ്ടിയാണ് ദൈവം എല്ലാ കാര്യങ്ങളും സഭ ചെയ്യുന്നത്, മനുഷ്യന് വേണ്ടി. ഓക്കെ, മനുഷ്യൻ പ്രധാനപ്പെട്ടതാണ്, മനുഷ്യന് വേണ്ടി ചെയ്യണം. പക്ഷേ തിരുസഭ അടിസ്ഥാനപരമായി ദൈവോന്മുഖമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ സഭയുടെ ആവശ്യമില്ല, നമുക്കൊരു ഓർഗനൈസേഷൻ മതി, നമുക്കൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മതി, കൊള്ളാവുന്ന ഒരു കാരിത്താസ് മതി. തിരുസഭ ആവശ്യം രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ഒരിക്കലും പരിശുദ്ധ സഭയിൽ നിന്ന് വെറും ചാരിറ്റി പ്രതീക്ഷിക്കരുത്. ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല പരിശുദ്ധ സഭ നിലകൊള്ളുന്നത്. തിരുസഭ തന്റെ ആധ്യാത്മികതയിൽ നിന്ന് ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വെറുതെ ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല തിരുസഭ. പകരം പരിശുദ്ധ സഭ അതിൻ്റെയൊക്കെ മീതെ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് അമാനുഷിക രഹസ്യങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന, അതിനെ കാക്ഷിക്കുന്ന, അതിലേക്ക് സഞ്ചരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യരായിരിക്കുമ്പോഴും മിശിഹായിലൂടെ കൈവരുന്ന ദൈവീകതയിലേക്കാണ് നമ്മളെ ദൈവമക്കളാക്കാൻ ആണല്ലോ അവിടുന്ന് വന്നത്. മിശിഹായിലൂടെ നൽകപ്പെടുന്ന ദൈവീകതയിലേക്കാണ് നമ്മുടെ കണ്ണ്. നമ്മൾ അതിലേക്ക് പോകാനുള്ളതാണ്, ദൈവോന്മുഖമാകാനുള്ളതാണ്. ഇതെന്തിനാ പറഞ്ഞതെന്ന് ഇത് കഴിയുമ്പോൾ മനസ്സിലാവേ. രണ്ടാമത്, ദൃശ്യമായവ അദൃശ്യമായവയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ വിസിബിൾ യാഥാർത്ഥ്യങ്ങളൊക്കെ അദൃശ്യമായ ദൈവീകതയിലേക്ക്, ഇതിന്റെ അപ്പുറത്തുള്ളവയിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നു. 3, പ്രവർത്തനോന്മുഖമായവ ധ്യാനാത്മകതയിലേക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഈ പ്രവൃത്തികളല്ല. നല്ല പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിന് മുഴുവൻ കൈയടി മേടിക്കുക എന്നുള്ളതല്ല. പകരം ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ അപ്പുറത്തുള്ള കണ്ടംപ്ലേഷനിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. കണ്ടംപ്ലേറ്റീവ് ലൈഫ്, അതിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. ഈ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പേനെയൊക്കെ ഞാൻ പെട്ടെന്ന് ഇത് പറയുമ്പോൾ ഓർക്കുവാണ്. മാർപ്പാപ്പയായിരുന്നിട്ട് പാപ്പ എങ്ങോട്ടാണ് മാറിയത്? കണ്ടംപ്ലേറ്റീവ് ലൈഫിലേക്കാണ് മാറിയത്, ധ്യാനാത്മക ജീവിതത്തിലേക്കാണ് മാറിയത്. കാരണം പരിശുദ്ധ സഭയുടെ ഡെസ്റ്റിനി അതാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ഇനി ഇതെല്ലാം എന്തിനാ പറഞ്ഞു എന്നറിയാമോ? പ്രവർത്തനോന്മുഖമായവയൊക്കെ ധ്യാനാത്മകതയിലേക്കും ഇപ്പോഴുള്ളവ നാം പ്രതീക്ഷിക്കുന്ന ഭാവി നഗരത്തിലേക്കും. ഇപ്പം നമുക്കൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അവയൊക്കെ എന്തിനു വേണ്ടിയാണ്, എവിടേക്ക് പോകേണ്ടതാണെന്നാണ് നമ്മൾ കരുതുന്നത്? അവയൊക്കെ വരാനിരിക്കുന്ന ഭാവി നഗരം. ഈ വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കാണത്, സിറ്റി ഓഫ് ഗാഡ് എന്ന് പറയുന്നത് വിശുദ്ധ അഗസ്തീനോസിന്റെ ഒരു പുസ്തകമാണ്. അതായത് ദൈവനഗരം എന്നാണ്. ദൈവത്തിന്റെ നഗരത്തിലേക്ക്, വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലമൊക്കെ അതിനകത്തുണ്ട്. ആ ദൈവ നഗരത്തിലേക്ക് ലക്ഷ്യം വെച്ചുമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ഭരണവും സംവിധാനവും ഒക്കെ നിലകൊള്ളുന്നത്. ഇതാണ് ഇതിന്റെ സ്വഭാവം, ഇതാണ് സഭയുടെ സ്വഭാവം. ഇതിനെ റിയലൈസ് ചെയ്യുന്നത് ദൈവാരാധനയിലാണ്. അതായത് ഇവിടെ ദൃശ്യമായിരിക്കുന്നവയിൽ നിന്ന് നമ്മെ അദൃശ്യമായവയിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവാരാധനയാണ്. നമ്മൾ ഒരുമിച്ച് കൂടി
ദൃശ്യമായ ഒരു ദേവാലയത്തിൽ ഈ ദൃശ്യമായ അപ്പവും വീഞ്ഞും കയ്യിലെടുത്ത് പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുമ്പോൾ അവ നമ്മെ കൊണ്ടുപോകുന്നത്, അവ തന്നെ കടന്നു പോകുന്നത് അദൃശ്യമായ സ്വർഗീയ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്, അതിന്റെ മിസ്റ്ററീസിലേക്കാണ് കടന്നു പോകുന്നത്. ഇവിടെ സന്നിഹിതമായിരിക്കുന്ന ഈ സഭ ഈ ആരാധനാക്രമത്തിൽ പങ്കുചേരുമ്പോൾ കടന്നു പോകുന്നത് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്കാണ്, മദ്ബഹായിലേക്കാണ്, സ്വർഗീയ അനുഭവത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അവിടേക്കാണ് ക്ഷണിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ സ്വർഗത്തിന്റെ മുന്നനുഭവമാണ് കൂദാശകൾ, ആരാധനാക്രമം ഒക്കെ. അങ്ങനെ ആരാധനാക്രമത്തിലാണ് പരിശുദ്ധ സഭ ഇപ്പോഴായിരിക്കുന്നവയിൽ നിന്ന് എന്തായിരിക്കണമോ അതിലേക്ക് സഞ്ചരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആരാധനാക്രമത്തിലാണ്, ദൈവാരാധനയിലാണ്, സാക്രമെന്റ്സിലാണ് പരിശുദ്ധ സഭ ഇപ്പോഴെന്തായിരിക്കുന്നു എന്നതിൽ നിന്നും എന്തായിരിക്കേണ്ടതാണ് എന്നതിലേക്ക് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യമാണ്, അവയിൽ നിന്ന് അദൃശ്യമായവയിലേക്ക് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഈ മാനുഷികമാണ്, അവയിൽ നിന്ന് ദൈവികതയിലേക്ക് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തനോന്മുഖമാണ്, അവയിൽ നിന്ന് ധ്യാനാത്മകതയിലേക്ക് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥമാണ്, അതിൽ നിന്ന് നാം പ്രത്യാശിക്കുന്നവയിലേക്ക്, സ്വർഗജീവിതത്തിലേക്ക് സഞ്ചരിക്കുന്നത്, പരിവർത്തനപ്പെടുന്നത്. ഇത് ദൈവാരാധനയിലാണ്. ആലോചിച്ച് നോക്കിക്കേ, ദൈവാരാധന അപ്പൊ എന്തുമാത്രം ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണെന്ന് ആലോചിച്ച് നോക്കി. ഈ ദൈവാരാധന അത് ഏറ്റവും മനോഹരമായും കൃത്യതയോടെയും അർത്ഥമറിഞ്ഞും പങ്കുചേരുന്ന ഒരാളാണ് യഥാർത്ഥ സഭാംഗം. ദൈവാരാധനയാണ് പരിശുദ്ധ സഭയുടെ ഉറവിടവും ഉച്ചകോടിയും. നമ്മൾ പിന്നീട് ചില ഡോക്യുമെന്റിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാക്ക്, ഇത് വത്തിക്കാൻ കൗൺസിലിന്റെ വേഡിങ് ആണ്. ഉറവിടവും ഉച്ചസ്ഥാനവും എന്നാണ് ദൈവാരാധനയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കും. ഇതാണത്. ഇനി ഇങ്ങനെ ഇതുവഴി എന്താ സംഭവിക്കുന്ന അറിയാമോ? അതുവഴി മിശിഹായുടെ പൂർണ്ണതയുടെ തികവ് വരെ, അതായത് മിശിഹായുടെ പൂർണ്ണതയുടെ തികവ് വരെ എന്ന് പറഞ്ഞാൽ സ്വർഗം വരെ ആരാധനാക്രമം സഭയ്ക്കുള്ളിലുള്ളവരെ രണ്ട് കാര്യം നടക്കും. ഒന്ന്, സഭയ്ക്കുള്ളിലുള്ളവർ, നമ്മൾക്ക് എന്താണ് സംഭവിക്കുക, നമുക്ക് എന്താണ് തരിക? സ്വർഗം വരെ, അതായത് മിശിഹായുടെ പൂർത്തീകരണം വരെ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം വരെ ആരാധനാക്രമം തിരുസഭയ്ക്കകത്തുള്ളവരെ കർത്താവിന്റെ പരിശുദ്ധ ആലയവും ആത്മാവിൽ ദൈവത്തിന്റെ അധിവാസവുമായി അനുദിനം രൂപവൽക്കരിക്കുകയും അതോടൊപ്പം വിസ്മരണീയമായ വിധം അവരുടെ കഴിവുകൾ മിശിഹായെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കോംപ്ലിക്കേറ്റഡ് വാചകമാണ്, ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചുകൂടെ സിമ്പിൾ ആവുമായിരിക്കും. ഞാൻ മലയാളത്തെ സിംപ്ലിഫൈ ചെയ്ത് നോക്കട്ടെ. അതുവഴി മിശിഹായുടെ പൂർണ്ണതയുടെ തികവ് വരെ, ഈ സ്വർഗം വരെ എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് സംഭവിക്കും? അതുവരെ ആരാധനാക്രമം സഭയ്ക്കുള്ളിലുള്ളവരെ കർത്താവിന്റെ പരിശുദ്ധ ആലയവും ആത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലവുമായി നവീകരിക്കും. ആത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി, കർത്താവിന്റെ പരിശുദ്ധ ഭവനമായി നമ്മെ രൂപപ്പെടുത്തും. മനുഷ്യ ശരീരത്തെ ദൈവത്തിന്റെ ഭവനമായി, സ്വർഗമായി, സ്വർഗീയ ഇടമായി രൂപപ്പെടുത്തുന്നത് ദൈവാരാധനയാണ്. ദൈവാരാധനയിൽ പങ്കെടുക്കാതെ ഒരാൾക്ക് വിശുദ്ധി പ്രാപിക്കുക സാധ്യമല്ല. അഥവാ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി വെടിപ്പാക്കപ്പെടുന്നത് ദൈവാരാധനയിലാണ്, ആരാധനാക്രമത്തിലാണ്, ആരാധനയുടെ ശുശ്രൂഷയിലാണ്. അത് കോൺക്രീറ്റ് ആയിട്ട് അതിനുവേണ്ടിയുള്ള ആരാധനാക്രമമുണ്ട്, ഉദാഹരണത്തിന് കുമ്പസാരം പോലെ. എന്നാൽ എല്ലാ ആരാധനാക്രമവും, ആരാധനാക്രമത്തിന്റെ എല്ലാ മേഖലകളും, എല്ലാ കൂദാശകളും സാങ്ക്ടിഫൈങ് ആണ്, വിശുദ്ധീകരിക്കുന്നതാണ്. വിശുദ്ധീകരിച്ച് നമ്മെ മിശിഹായുടെ ശരീരത്തിന്റെ അവയവവും പരിശുദ്ധ റൂഹായുടെ വാസസ്ഥലവുമായി പരിവർത്തനപ്പെടുത്തും. എന്ന് വെച്ചാൽ ദൈവാരാധനയിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്ന ഒരാളാണ് മിശിഹായുടെ അവയവമായി, പരിശുദ്ധ റൂഹായുടെ ഭവനമായി രൂപാന്തരപ്പെടുന്നത്. എന്നിട്ടോ അതുവഴി എന്തു പറ്റും? എന്നുണ്ടാവും അത്ഭുതകരമായ വിധത്തിൽ നമ്മുടെ കഴിവുകൾ മിശിഹായെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി ശക്തിപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ പ്രേക്ഷിത ദൗത്യം സാധ്യമാകുന്നത് ആരാധനാക്രമത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ തീക്ഷ്ണതയിൽ നിന്നല്ല, ഒരാൾ ആരാധനാക്രമ ജീവിതം നയിക്കുന്ന ഒരാളാണ് പ്രേക്ഷിത ചൈതന്യമുള്ള ഒരാളായി മാറാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാണല്ലോ, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ പ്രേക്ഷിത ചൈതന്യം ഇല്ല എന്ന് ചിലപ്പോൾ തോന്നും. പൊതുവിലെ നല്ല പ്രേക്ഷിത ചൈതന്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ പ്രേക്ഷിത ചൈതന്യം, എനിക്ക് വിശ്വാസം കിട്ടി, ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നു, ഞാൻ എൻ്റെ പള്ളിയിൽ പോകുന്നു, ഞാൻ ഈശോയെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് സംതൃപ്തിപ്പെടുവാണ്. അതിനപ്പുറത്ത്, അതിൻ്റെയൊക്കെ അപ്പുറത്തുണ്ടല്ലോ പ്രേക്ഷിത ദൗത്യം. എനിക്ക് കിട്ടിയ ഈശോ മിശിഹായെ എനിക്ക് ലോകത്തിന് കൊടുക്കണം, എനിക്ക് കിട്ടിയ ഈ വലിയ കൃപ നിധി എനിക്കത് പങ്കുവയ്ക്കണം എന്ന ദാഹത്തോടെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളുകൾ
എല്ലാവരും ആയിരിക്കേണ്ടതാണ് അല്ലേ? മാമോസ സ്വീകരിച്ച് എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടതല്ലേ? പക്ഷെ ഒത്തിരി ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തായിരിക്കും അറിയാമോ? ആരാധനാക്രമം ആ ആളെ ശക്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ആരാധനാക്രമത്തിൽ നിന്നാണ് ഈ പ്രേക്ഷിത ദൗത്യത്തിന്റെ ശക്തി ഉണ്ടാകുന്നത്. ആരാധനാക്രമ ജീവിതം തീക്ഷ്ണതയോടെ നയിക്കുന്ന ഒരാൾക്ക് ശക്തമായ പ്രേക്ഷിത ചൈതന്യം ഉണ്ടാകും. ഇനി അതാണ് സഭയുടെ ഉള്ളിലുള്ളവർക്ക്. ഇനി പുറത്തുള്ളവർക്കോ? അതുവഴി അങ്ങനെ പുറത്തുള്ളവർക്ക് സഭ ജനതകൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട അടയാളമാകും. ആരാധനാക്രമം വഴി സഭ പുറത്തുള്ള ജനതകൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു അടയാളമാകും. ഈ പ്രേക്ഷിത ദൗത്യം വഴി അടയാളമാകാനും അതിൻ്റെ കീഴിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ ഒരു തൊഴുത്തും ഒരു ഇടയനുമാകാനും വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആരാധനാക്രമത്തിന്റെ അടിസ്ഥാന ദൗത്യം ദാറ്റ് ഈസ് കമ്മ്യൂണിയൻ, ബിൽഡിംഗ് അപ്പ് ഓഫ് കമ്മ്യൂണിയൻ. ചിതറിക്കിടക്കുന്നവരെ ഒരുമിച്ച് കൂട്ടാനും സകലരെയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനും സകല ജനതകൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരടയാളമായി സഭ നിൽക്കാനും സാധിക്കുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. അതിനുവേണ്ടിയാണ് ആരാധനാക്രമം സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സഭാജീവിതത്തിന്റെ ഹൃദയം ആരാധനാക്രമമാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഇങ്ങനെ ഒരു ചെറിയ ആമുഖം പറഞ്ഞുകൊണ്ടാണ് ആരാധനാക്രമത്തെക്കുറിച്ച് പരിശുദ്ധ സഭയുടെ ഡോക്യുമെന്റ് ആരംഭിക്കുന്നത്. ഇനി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ വായിക്കുകയാണ്. അതിങ്ങനെയാണ് അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ അതിപരിശുദ്ധ സൂനോദോസ് ആരാധനാക്രമത്തിന്റെ പരിപോഷണത്തിനും നവീകരണത്തിനും രണ്ട് കാര്യങ്ങൾ: ആരാധനാക്രമത്തെ പരിപോഷിപ്പിക്കുക, നവീകരിക്കുക, റിനോവേറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് താഴെ വരുന്ന തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ശ്രദ്ധാവിഷയമാക്കണമെന്നും പ്രായോഗിക നിയമങ്ങൾ നിർണ്ണയിക്കണമെന്ന് നിശ്ചയിക്കുന്നു. അപ്പം ഈ പ്രായോഗിക നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള തത്വങ്ങൾ പ്രദാനം ചെയ്യുകയാണ് തുടർന്ന് ചെയ്യാൻ പോകുന്നതെന്ന് ആമുഖത്തിൽ തന്നെ കൗൺസിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആരാധനാക്രമ നവീകരണം എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് ആരാധനാക്രമത്തെ നവീകരിക്കേണ്ടത് എന്നതിനാവശ്യമായ അടിസ്ഥാന നിർദ്ദേശങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നിട്ട് ഒരു പ്രത്യേക കാര്യം നമ്മുടെ ശ്രദ്ധയപ്പെടുത്തും. ഈ തത്വങ്ങളിലും നിയമങ്ങളിലും ചിലതെല്ലാം റോമൻ റീത്തിനെയും മറ്റെല്ലാ റീത്തുകളെയും ബാധിക്കേണ്ടതുമാണെങ്കിലും തുടർന്ന് വരുന്ന പ്രായോഗിക നിയമങ്ങൾ സ്വാഭാവികമായി മറ്റു റീത്തുകളെയും ബാധിക്കുന്ന കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴൊഴിച്ച് റോമൻ റീത്തിനെ മാത്രം ബാധിക്കുന്നവയാണെന്ന് മനസ്സിലാക്കണം. ഇത് പൊതുവിൽ എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ പോലും അതിലെ മറ്റു എല്ലാവർക്കും ഉള്ളതാണെന്ന് പറയാത്ത കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യം പരാമർശിക്കുമ്പോഴൊഴിച്ച് റോമൻ റീത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണെന്നും കൂടെ മനസ്സിലാക്കണം എന്ന് തിരുസഭ പറയാണ്. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം എന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് തോന്നാവുന്നത്, അയ്യോ, ഇത്രയും വലിയൊരു കൗൺസിൽ കൂടിയിട്ട് 24 വ്യക്തിസഭകൾ ഉള്ളതിനകത്ത് ഒരു വ്യക്തിസഭയെ പരാമർശിക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്തു പറയുന്നു, ബാക്കി 23 വ്യക്തിസഭകൾക്ക് ഇതിനകത്തൊരു പങ്കാളിത്തം ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഈ കൗൺസിലിലെ ദൈവാരാധനയെ കുറിച്ച് പറയണമൊക്കെ ലത്തീൻ സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതാണോ, അല്ലാണ്ട് വേറെ ആർക്കും ഉള്ളതും അല്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ തിരുസഭ എന്താ പറയുന്നറിയാമോ? ഇതിനകത്ത് ലത്തീൻ ആരാധനാക്രമത്തിന്റെ നവീകരണത്തെക്കുറിച്ച് പർട്ടിക്കുലറായി സംസാരിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം തന്നെ അവയുടെ പൊതുനിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും, സഭയ്ക്ക് മുഴുവനും, സഭയുടെ സാർവത്രിക സൂനോദോസ് ആയതുകൊണ്ട് സഭയുടെ പൊതു കാര്യങ്ങൾക്കെല്ലാം പൊതുവിലുള്ള എല്ലാ വ്യക്തിസഭകൾക്കും ഒരുപോലെ ബാധകമാണ്. അതിനകത്ത് ചിലത് എടുത്തു പറയുന്നുണ്ട് റോമൻ റീത്തിനെ കുറിച്ച് മാത്രമാണ് അതിനകത്ത് വ്യത്യാസമുള്ളത്, അല്ലാതെ വേറൊരു കാര്യമില്ല. ഇനി ഇത് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരുസഭ പറയാൻ പോകുന്ന ഒരു കാര്യം എന്നറിയാമോ? ഈ ആശങ്ക ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും. പെട്ടെന്ന് അടുത്ത പാരഗ്രാഫിൽ, 4ാം പാരഗ്രാഫിൽ പഠിപ്പിക്കുകയാണ്, ഈ അതിപരിശുദ്ധ സൂനോദോസ് പാരമ്പര്യം വിശ്വസ്തതാപൂർവം അനുസരിച്ചുകൊണ്ട്. ആദ്യത്തെ കാര്യം എന്തെന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് ഈ വത്തിക്കാൻ കൂടിയെന്ന് കേട്ട പാടെ എല്ലാവരും വിചാരിച്ചെന്നറിയോ, പണ്ടത്തെ എല്ലാം പൊളിച്ചു, ഇനി പുതിയ ആരാധനക്രമമൊക്കെ വരും, പുതിയ പരിപാടികൾ വരും, അങ്ങനെയല്ല. പക്ഷെ തിരുസഭ പറയുകയാണ്, ഈ കണ്ട പിതാക്കന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, പാരമ്പര്യം വിശ്വസ്തതാപൂർവം അനുസരിച്ചുകൊണ്ട്, ഒബേയിങ് ദ ട്രഡീഷൻ, നിയമപരമായി അംഗീകൃതമായ എല്ലാ റീത്തുകളെയും, അതായത് ഈ 24 റീത്തുകളെയും തുല്യമായ അവകാശവും ബഹുമാനവുമുള്ളവയായി പരിശുദ്ധ സഭാമാതാവ് പരിഗണിക്കുന്നെന്നും ഭാവിയിൽ ഇവയെ സംരക്ഷിക്കാനും സർവദാ പരിപോഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നെന്നും ആവശ്യമുള്ളിടത്ത്
ശരിയായ പാരമ്പര്യത്തിന്റെ ചൈതന്യത്തിനനുസരിച്ച് സശ്രദ്ധം സമഗ്ര പുനഃപരിശോധന ചെയ്യാനും ആധുനിക സാഹചര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് പുതുശക്തി പകരാനും അഭിലഷിക്കുന്നുവെന്നും പ്രഖ്യാപിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയാണ്. അതായത് നമ്മൾ ഈ പാരഗ്രാഫിനെ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കൂടുതൽ വിശദീകരിക്കും, റീത്തുകളുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ. അതായത് ഇതിന്റെ നക്ഷൽ ഇതാണ്. പരിശുദ്ധ സഭ പറയാണ്, ചിലത് റോമൻ റീത്തിനെ മാത്രം പരാമർശിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറയുകയാണ്, പരിശുദ്ധ സഭ എല്ലാ റീത്തുകളെയും തുല്യമായ അവകാശങ്ങളും ബഹുമാനവുമുള്ളവയായി പരിഗണിക്കുന്നു. തുല്യമായ ബഹുമാനവും തുല്യമായ സ്ഥാനവും ഉള്ളതായി പരിഗണിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു റീത്ത് മറ്റൊരു റീത്തിനേക്കാൾ മുകളിലാണ് എന്നോ താഴെയാണ് എന്നോ ഉള്ള ധാരണയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ സ്വാഭാവികമായ കാരണങ്ങളുണ്ടാവാം. ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് ഒരു റീത്താണ് കൂടുതലുള്ളത്, മറ്റത് കുറച്ചേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായി അതെന്തോ ഒരു കുഞ്ഞു സാധനം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. നമുക്ക് ഉദാഹരണത്തിന് സീറോ മലബാറുകാർ മാത്രം വസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു 5-6 ലാറ്റിൻ റൈറ്റിലുള്ള സഭാംഗങ്ങളുണ്ടെന്ന് വിചാരിച്ചു. ആ ഇടവക്കാരെന്നാന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്, അതെന്താ പാവങ്ങൾ കുറച്ച് പേര് ഇച്ചിരി പേരുള്ള എന്തോ ഒരു കുഞ്ഞ് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആഗോള സഭ എടുത്താലോ, ആഗോള സഭയിൽ ഈ ബാക്കി 23 റീത്തോടെ കൂടുന്നേക്കാളും വലുതാണ് ലത്തീൻ റീത്ത്. ഏറ്റവും വലിയ റീത്താണ്, ഏറ്റവും കൂടുതൽ ആളുകളുള്ള സഭയെ ലോകം കാണുന്നത് ഈ ലത്തീൻ റീത്തിലൂടെയാണ്. എന്നതുകൊണ്ട് ലത്തീൻ റീത്തിന് അത്രമാത്രം വലിയ വിപുലമായ ഒരു വിശ്വാസ സമൂഹം ഉള്ളത് കൊണ്ട് ഏറ്റവും ചെറിയ ഒരു ബൈസന്റൈൻ അല്ലെങ്കിൽ ഒരു ചെറിയ റീത്തിനേക്കാളും അല്ലെങ്കിൽ ഒരു ഏറ്റവും ചെറിയ ഒരു റീത്തിനേക്കാളും അത് കൂടുതൽ ശ്രേഷ്ഠമാണ് എന്ന് വരുന്നില്ല. കാരണം എല്ലാ റീത്തുകളും പരിശുദ്ധ റൂഹായാൽ സ്ഥാപിതമാണ്. പരിശുദ്ധ റൂഹായെ സഹായകനായി അയച്ചുകൊണ്ട് മിശിഹ തന്നെയാണ് തന്റെ സ്ലീഹന്മാരെ ലോകമെമ്പാടും അയച്ചത്. അവർ കർത്താവിന്റെ ദൗത്യവുമായിട്ടാണ് പോയത്. മിശിഹ കൊടുത്ത വിശ്വാസവും മിശിഹ നൽകിയ ധാർമ്മികതയുമാണ് അവർ ഓരോ നാട്ടിലും കൊണ്ടുപോയി നട്ടത്. അങ്ങനെയാണ് അവിടങ്ങളിൽ ഓരോ സഭാഗാത്രങ്ങൾ വളർന്നത്. മനസ്സിലായോ? അതായത് തോമാസ്ലിഹായെ ഈശോ മിശിഹ സുവിശേഷം പ്രഘോഷിക്കാനായി ഭാരതത്തിലേക്ക് അയച്ചു. പരിശുദ്ധ റൂഹായെ സഹായത്തിനായി അയച്ചു. റൂഹായിൽ നിറഞ്ഞ് പരിശുദ്ധ റൂഹായാൽ ഗൈഡ് ചെയ്യപ്പെട്ട് ഈ ഭാരതത്തിൽ വന്ന സിറിയയിലും ഭാരതത്തിലും സുവിശേഷം പ്രഘോഷിച്ച നമ്മുടെ പിതാവ് തോമാസ്ലിഹ അതേ വിശ്വാസവും അതേ ധാർമ്മികതയും ഈ നാട്ടിൽ നട്ടു വളർത്തി. അങ്ങനെയാണ് ഇവിടെ ഒരു പൗരസ്ത്യ പാരമ്പര്യമുള്ള സുറിയാനി സഭയുണ്ടാകുന്നത്. ഇനി റോമയിൽ പത്രോസിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ ഒരു സഭയെ വളർത്തി, ലത്തീൻ സഭയെ വളർത്തി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവാണ് റീത്തുകളെ സ്ഥാപിച്ചത്. ഇത് ദൈവത്തിന്റെ സ്ഥാപനമാണ്. നമ്മൾ മുമ്പ് ചില ക്ലാസ്സുകൾ ഞാൻ ഈ റീത്തിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയാം. അത് പറയുന്നതിന് മുൻപ് ഞാനിന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ലേയോ പാപ്പ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അത് വായിക്കാം എന്ന് വിചാരിച്ചത്. എൻ്റെ ഇംഗ്ലീഷാണ്, ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് പരിഭാഷ ലിറ്ററലായിരിക്കുമ്പോൾ സ്വാഭാവികമായി എൻ്റെ ഭാഷാശുദ്ധി മറ്റേ ഗ്രാമറൊക്കെ ഇച്ചിരി മോശമായിരിക്കും. അപ്പോൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ്. അത് പറഞ്ഞ വാക്കുകൾ അതേപടി വെച്ചുകൊണ്ട് പറയാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഇത് ആരോട് പറഞ്ഞാണെന്ന് ചോദിച്ചാൽ, ഈ പൗരസ്ത്യ സഭകളുടെ പ്രതിനിധികളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയ സമയത്ത് ലേയോ പാപ്പ നമ്മളിപ്പോൾ വായിച്ച കാര്യമില്ലേ, എല്ലാ റീത്തുകളും തുല്യമായ മഹത്വമുള്ളവയാണ് എന്ന് നമ്മൾ കൗൺസിൽ വായിച്ചു. ഇതിനെ തുടർന്ന് പാപ്പാപ്പന്മാർ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമാണ് നമ്മളിപ്പം കേൾക്കാൻ പോകുന്ന ഈ പ്രബോധനപരമായ ഈ പാപ്പായുടെ പ്രസംഗം. ഇത് വെറുതെ പ്രസംഗമല്ല, പാപ്പ അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓഫനായിട്ട് സംസാരിച്ചതല്ല, പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് മാത്രമല്ല, അത് സഭയുടെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെ ഭാഗമാണ്. ആക്ട് അപ്പസ്തോലിക സീസിനകത്ത് പബ്ലിഷ് ചെയ്യുകയും നമുക്ക് വത്തിക്കാന്റെ സൈറ്റിനകത്ത് വായിക്കുകയൊക്കെ ചെയ്യാവുന്ന പ്രസംഗമാണ്. ഇനി ഈ പൗരസ്ത്യ സഭകളൊക്കെ ചെറുതാണ്. പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലുത് മുമ്പ് ഉക്രൈനിയൻ ചർച്ച ആയിരുന്നു. അഥവാ ലത്തീൻ റീത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാശ്ചാത്യ സഭയും 23 പൗരസ്ത്യ സഭകളുമാണല്ലോ ഉള്ളത്. ഈ 23 പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലുത് ഉക്രൈനിയൻ ചർച്ച ആയിരുന്നു.
പക്ഷെ ഇപ്പോഴത് സീറോ മലബാർ സഭയാണ്. ഇപ്പോൾ അത് സീറോ മലബാർ സഭയാണ്. അപ്പൊ പൗരസ്ത്യ സഭ 23 വ്യക്തി സഭകളിലെ ഏറ്റവും വലിയ സഭ, അംഗബലം കൊണ്ട് ഏറ്റവും വലിയ സഭ അത് സീറോ മലബാർ സഭയാണ്. ബാക്കി സഭകളൊക്കെ വളരെ ചെറിയ സഭകൾ വരെയുണ്ട്. 5000-ൽ താഴെ ആളുകളുള്ള സഭകളുണ്ട്. അന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരു കാലത്ത് നിറയെ ക്രൈസ്തവരുണ്ടായിരുന്ന വലിയ ശക്തമായ കേന്ദ്രങ്ങളായിരുന്നു. ഈ വംശഹത്യയുടെ ഫലമായിട്ട് ഈ ഇസ്ലാമിക് ഇൻവേഷന്റെ ഒക്കെ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടില്ലാതായി പോയതാണ് ആ സഭകൾ. അല്ലാതെ വിശ്വാസം ക്ഷയിച്ചു പോയതല്ല, കൊന്നു തീർന്നു പോയതാണ്. അങ്ങനെ ക്ഷയിച്ചു പോയ ചെറിയ സഭകളുണ്ട്. സഭകളുടെ പ്രത്യേകത എന്നറിയാമോ? അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് ചെറുതായാൽ പിന്നെ വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകും. കാരണം ആ വിശ്വാസം ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് വർദ്ധിക്കുന്നത്. അവർ ഇപ്പൊ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു, ആകെ ഒരു 5000 പേരെ ഉണ്ടെങ്കിൽ അവർ വിവാഹം എങ്ങനെ ഇരിക്കും? അവർക്ക് മാർഗ്ഗമില്ലാണ്. അപ്പൊ സ്വാഭാവികമായി അവരിൽ ഒത്തിരി പേര് മറ്റ് ഇടങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് ക്ഷയിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബലപ്പെടുത്തി നിർത്തുക എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹായുടെ സ്വപ്നത്തെ നഷ്ടപ്പെടുത്താതിരിക്കലാണ്. ഏതായാലും പാപ്പ ഇവരോട് പറയാനേ, നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചും നിങ്ങളുടെ മഹത്തായ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ഞാൻ ഓർക്കണം. 3 കാര്യങ്ങൾ ഓർക്കുന്നു എന്നാണ് പാപ്പ പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? നിങ്ങളുടെ ഉത്ഭവത്തിന്റെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഈ പൗരസ്ത്യ റീത്തുകളൊക്കെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഉത്ഭവിച്ചു. അത്ഭുതകരമായി കേട്ടുകേൾവിയില്ലാത്ത ഇന്ത്യയിൽ ഇവിടെ ഒരു സഭയുണ്ടായി. അങ്ങനെ ഓരോ ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തിസഭകളുണ്ടായി. ഉത്ഭവത്തെക്കുറിച്ച്. 2, നിങ്ങളുടെ മഹത്തായ ചരിത്രത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഓരോ സഭയ്ക്കും അതിൻ്റെതായ മഹത്തായ ചരിത്രമുണ്ട്. ഇപ്പം ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞാൽ, ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്, ഭാരതത്തിലെ സീറോ മലബാർ സഭ, അതിന് മഹത്തായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. എന്താണ്? തോമാസ് ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട പേർഷ്യൻ മെത്രാന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന തോമാസ് ലീഹായിലൂടെ നൽകപ്പെട്ട ആധ്യാത്മികത പിൻചെല്ലുന്ന ഒരു സഭ. അതിനങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമുക്ക് അഭിമാനിക്കേണ്ട പാരമ്പര്യമാണ്. ഓരോ വ്യക്തിസഭയും അതിന്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കണം. ലത്തീൻ സഭ മാർപ്പാപ്പയായ പത്രോസ് ലീഹായുടെ ശുശ്രൂഷയാൽ വളർന്നു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സഭയ്ക്ക് അതിന്റെ ഒരു പാരമ്പര്യമുണ്ട്, അത് ആദരിക്കപ്പെടണം. ഇനി മൂന്നാമത്തെ എന്താണ്? നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ശക്തമായ മതമർദ്ദനങ്ങൾ അനുഭവിക്കുന്ന ഇടങ്ങളാണ് പല പൗരസ്ത്യ സഭകളും ഭയങ്കരമായ മതമർദ്ദനം അനുഭവിക്കുന്ന ഇടങ്ങളാണ്. അവരുടെയൊക്കെ വിശ്വാസം കണ്ടോട്ടെ നമ്മളെക്കുറിച്ച് തന്നെ ലജ്ജിച്ചു പോകും. അതുപോലെ ജീവൻ കൊടുത്ത് തോക്കിന്റെ മുനയിൽ നിന്നിട്ടാണ് ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ച് വെടിവെച്ച് കൊല്ലപ്പെടുന്നതിന്റെ, കഴുത്തറക്കപ്പെടുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ടാണ് അവര് ഗുഹകൾക്കകത്തൊക്കെ ബലിയർപ്പിക്കുന്നത്. ഇന്നും അത് മാർപ്പാപ്പയ്ക്ക് അറിയാം, സഭയ്ക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു, കിഴക്കൻ സഭകൾ, അതായത് പൗരസ്ത്യ സഭകൾ, അവ സംരക്ഷിക്കുന്ന അതുല്യമായ ആത്മീയ പാരമ്പര്യങ്ങൾ, ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്ത ആത്മീയ പാരമ്പര്യങ്ങൾ, ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും സിനഡാലിറ്റിയെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചും നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ എന്നിവയാൽ പ്രിയപ്പെട്ടതും വിലമതിക്കപ്പെടുന്നവയുമാണ്. പാപ്പ പറയുകയാണ്, ഈ പൗരസ്ത്യ സഭകൾക്കുണ്ടല്ലോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആത്മീയ ജീവിതമുണ്ട്, ആത്മീയ പാരമ്പര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ നോമ്പ് എവിടെയാണുള്ളത്? പൗരസ്ത്യ സഭകളിലാണുള്ളത്. ആത്മീയ പാരമ്പര്യം ഒരു ഉദാഹരണം പറഞ്ഞത്. അതുപോലെ സിനഡാലിറ്റി, പള്ളിയോഗം, അതായത് ഈ സിനഡാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ വെസ്റ്റേൺ ചർച്ചിൽ വരുന്നതിന് എത്രയോ മുൻപ് ആദിമ കാലങ്ങളിൽ തന്നെ പള്ളിയോഗങ്ങളുണ്ട്. അത് സിനഡാലിറ്റിയുടെ ഭാഗം. ആരാധനാക്രമം, ലോകത്തിലെ ഏറ്റവും പൗരാണികമായ ആരാധനാക്രമങ്ങളിൽ ഒന്നാണ് പൗരസ്ത്യ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം. ഏറ്റവും അദ്ദായി മാറിയുടെ, തോമാസ് ലീഹായുടെ നേർ ശിഷ്യന്മാരായ അദ്ദായി മാറിയുടെ ആരാധനാക്രമം തോമാസ് ലീഹായുടെ കാലത്തോളം പഴക്കമുള്ളതാണ്. ഏറ്റവും പുരാതനമായ, ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നവയിൽ ഏറ്റവും പൗരാണികമായ ഒരു ആരാധനാക്രമം ഈ ഭാരതത്തിലാണുള്ളത്. അപ്പൊ അങ്ങനെ ആരാധന നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളാൽ വിലമതിക്കപ്പെടുന്നവയാണ് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ലിയോ പാപ്പ സ്വയം പറയല്ല, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതിന് ഞാൻ വീണ്ടും പറയുന്നതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. എന്നിട്ട് ആദ്യകാല പിതാക്കന്മാരെ കുറിച്ച്, സൂനദോസുകളെ കുറിച്ചും സന്യാസത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു. എന്താണെന്നറിയോ? ആദ്യകാലത്തെ സൂനദോസുകളെ കുറിച്ചും നിങ്ങൾക്കറിയാമോ? ആദ്യത്തെ സൂനഹദോസുകളെല്ലാം പൗരസ്ത്യ ദേശങ്ങളിലായിരുന്നു. എല്ലാ സൂനഹദോസുകളും പൗരസ്ത്യ ദേശങ്ങളിലായിരുന്നു. സഭ ജനിച്ചത്, സഭ വളർന്നത് പൗരസ്ത്യ സഭകളിലാണ്, പൗരസ്ത്യ ദേശങ്ങളിലാണ്. പൗരസ്ത്യ
ദേശങ്ങളിലാണ് വളർന്നത്, സന്യാസം വളർന്നത് പൗരസ്ത്യ ദേശങ്ങളിലാണ്. ഇതെല്ലാം സഭയ്ക്ക് അമൂല്യമായ നിധികളാണ്. ഇത് എവിടെ നിന്നാണെന്നറിയാമോ? ഇത് ഓറിയന്റൽ സഭകൾക്ക് വേണ്ടിയുള്ള സഹായിക്കുന്ന ഏജൻസികളുടെ യോഗത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞ വാക്കുകളാണ് ഫ്രാൻസിസ് പാപ്പ ലിയോ പാപ്പ കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് പാപ്പ പറയുകയാണ്, മാനവരാശിയുടെ വീണ്ടെടുപ്പിന്റെ ജോലി കിഴക്ക് നിന്നാണ് ആരംഭിച്ചത്, ഓറിയന്റലാണ്, പൗരസ്ത്യമാണ്. പൗരസ്ത്യ ദേശത്ത് നിന്നാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കർത്താവായ ഈശോ മിശിഹ ഒരു പൗരസ്ത്യനാണ് എന്ന് നമ്മൾ ആദ്യം ഓർക്കണം. പൗരസ്ത്യനാണ്. നമ്മൾ ഭാരതത്തിലുള്ളവർക്ക് ഒത്തിരി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പൗരസ്ത്യനാണ്, പാശ്ചാത്യനല്ല. അവിടെ നിന്നാണ് ആരംഭിച്ചത്. അതുകൊണ്ട് ഈശോയുടെ രക്ഷാകരധർമ്മം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? പൗരസ്ത്യ നാട്ടിൽ നിന്നാണ്, പാശ്ചാത്യ നാട്ടിൽ നിന്നല്ല. എന്ന കാരണത്താൽ നിങ്ങളുടെ സഭകളുടെ മഹത്വത്തിനായി ഒരു പ്രത്യേക രേഖ സമർപ്പിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ ലിയോ 13 ഞാനിവിടെ ഓർക്കുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ലിയോ 14 പേരൊക്കെ എടുത്തിട്ട് പാപ്പയാണ് എൻ്റെ മുൻഗാമി ഉണ്ടല്ലോ ലിയോ 13 പാപ്പയാണ് നിങ്ങളോട് ഏറ്റവും ആദ്യത്തെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു പ്രബോധന രേഖ നൽകിയത്. അതിനകത്താണെങ്കിലോ, നിങ്ങൾ ശരിക്കും സഭ ജനിച്ച യഥാർത്ഥ സ്ഥലമെന്ന നിലയിൽ, പൗരസ്ത്യ സഭകളോട് പറയണേ, സഭ ജനിച്ച യഥാർത്ഥ സ്ഥലമെന്ന നിലയിൽ ഒരു അതുല്യവും വിശേഷാധികമായ പങ്ക് വഹിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓറിയന്റാലെ ലൂമൻ എന്ന ഡോക്യുമെന്റിന്റെ 5ാമത്തെ പാരഗ്രാഫിൽ ലിയോ 13 പാപ്പയെ കോട്ട് ചെയ്തേക്കുന്നത് ലിയോ 14 പാപ്പ പറയുകയാണ്. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം അറിയോ, ഈ സഭയുടെ പിതാക്കന്മാരുടെ മാർപ്പാപ്പമാരുടെ ഒക്കെ പ്രബോധനം ഇതിങ്ങനെ ഒരു ചരടിൽ കോർത്ത പ്രബോധന പാരമ്പര്യമാണ്. ഇതിങ്ങനെ അന്നു മുതലുള്ളതാണ്. ഇവർ ആവർത്തിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ടോ നിങ്ങളുടെ ആരാധനാക്രമങ്ങളിലും ഇപ്പോൾ നിങ്ങളുടെ വിവിധ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് റോമിൽ ആഘോഷിക്കുന്നവയിൽ പോലും എന്ന് പറഞ്ഞ പാപ്പ പറയാണ്, ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഈ റോമിൽ വന്നിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നവയില്ലേ, അതിനകത്ത് പോലും കർത്താവായ ഈശോയുടെ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന്. നിങ്ങൾ ഈ റോമിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ആരാധന നടത്തുമ്പം മാർപ്പാപ്പ പറയുകയാണ്, ലത്തീൻ സഭയുടെ തലവൻ മാർപ്പാപ്പ പറയുകയാണ്, നിങ്ങൾ ലത്തീൻ ഭാഷയിൽ ആരാധിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഉറവിടമായ സഭയുടെ മുഴുവൻ ഉറവിടമായ ഈശോ മിശിഹായുടെ ഭാഷാ പാരമ്പര്യമുള്ളവരാണ്. ആ ഭാഷാ പാരമ്പര്യത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കൂ. ഇവിടെ വന്നിട്ട് റോമിൽ വരുമ്പോൾ പോലും കർത്താവായ ഈശോയുടെ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന്. ഈശോ മിശിഹായുടെ ഭാഷ അരമായ സുറിയാനി ഭാഷകൾ ഇതിന്റെ ഡയലക്റ്റാണ്. ഈശോ മിശിഹായുടെ ഭാഷയാണത്. ആ ഭാഷ ഉപയോഗിക്കുന്നത് നോക്കുക, മാർപ്പാപ്പയാണ് പറയുന്നത്, വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ ലിയോ 13 മാർപ്പാപ്പ ഹൃദയത്തിൽ നിന്നൊരു ആഹ്വാനം നൽകിയിരുന്നു. എന്താണത്? കിഴക്കൻ ആരാധനാക്രമത്തിന്റെയും ഭരണക്രമത്തിന്റെയും നിയമാനുസൃതമായ വൈവിധ്യം, അതിന്റെ റിച്ച്നെസ് സഭയുടെ വലിയ ബഹുമാനത്തിനും നേട്ടത്തിനും കാരണമാകട്ടെ. ഓറിയന്താലിയം ദിഗ്നിതാസ് അതിലാണ് പാപ്പ ഇങ്ങനെ എഴുതിയത്. അത് നിങ്ങളുടെ ആരാധനാക്രമത്തിന്റെ പാരമ്പര്യവും അതിന്റെ ഭരണ സംവിധാനത്തിന്റെ അച്ചടക്കത്തിന്റെ പാരമ്പര്യവും സഭയുടെ വലിയ മഹത്വത്തിനും ബഹുമാനത്തിനും ഒക്കെ കാരണമാകട്ടെ. എന്നിട്ട് പാപ്പ പറയാണ്, മാത്രമല്ല അവർ പടിഞ്ഞാറെത്തുമ്പോൾ, പാശ്ചാത്യ നാടുകളിലെത്തുമ്പോൾ തങ്ങളുടെ വിശ്വാസപരമായ സ്വത്തും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പാപ്പയുടെ ആകുലതയാണ്, തിരുസഭയുടെ ആകുലതയാണ്, ലത്തീൻ സഭയുടെ തലവനും കൂടിയായിരിക്കുന്ന മാർപ്പാപ്പയുടെ ആകുലതയാണ്. നിങ്ങൾ പാശ്ചാത്യ നാടുകളിലെത്തുമ്പോൾ, ഇത് നമ്മളെ ഒത്തിരി ബാധിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് വെച്ചാല് ഈ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തുന്ന സ്ഥലങ്ങൾ പൗരസ്ത്യ സഭകളാണ്, അല്ലെ? പൗരസ്ത്യ സഭകളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം. എന്തിന്? സീറോ മലബാറിന്റെ കാര്യം എടുക്കുക, മലങ്കരയുടെ കാര്യം എടുക്കുക. ഇവരാണല്ലേ ഇവിടുന്ന് കുടിയേറി പോകുന്നത്. എല്ലാം പാശ്ചാത്യ നാടുകളിലേക്ക് പോകും. പാശ്ചാത്യ നാടുകളിൽ ചെല്ലുമ്പം നമുക്കുണ്ടാകാവുന്ന ഒരു പ്രവണത, അവരുടെ പാരമ്പര്യത്തെ വിട്ടിട്ട് അവർ കടന്നു ചെന്ന സ്ഥലത്തെ പാരമ്പര്യത്തെ കുറച്ചുകൂടെ വലുതായിട്ടോ മെച്ചമായിട്ടോ കാണാൻ തോന്നിയിട്ടോ ചിലപ്പോൾ അല്ലാതെയോ അതിനെ പുൽകാനുള്ള ഒരു പ്രവണത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പം ഇതിന് ചില വളരെ മാനുഷികമായ കാരണങ്ങൾ പോലും ഉണ്ട്. ചിലപ്പോൾ എന്നോട് ചില ആൾക്കാർ പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ലത്തീൻ പള്ളിയിൽ പോവാണ്, അവിടെ പിരിവൊന്നും ഇല്ലല്ലോ അച്ഛാ. ഈ സിറോ മലബാർ പള്ളിയിൽ പോയാൽ ചെല്ലുമ്പോൾ തൊട്ട് പിരിവ് തുടങ്ങും. പിന്നെ പള്ളിപണിയിലായി, കാശി പിരിക്കലായി, വലിയ പാഠം. മിണ്ടാണ്ട് അപ്പുറത്ത് പോവാണെ എനിക്ക് എൻ്റെ ഈശോയെ കണ്ട് കുർബാന സ്വീകരിച്ച് തിരിച്ചു വരാമല്ലോ എന്ന് കരുതുന്ന മലയാളികളുണ്ട്, ഇല്ലേ? ഉണ്ട്. അവരോട് മാർപ്പാപ്പ പറയാണ്, നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ നാട്ടിൽ വരുമ്പം പടിഞ്ഞാറെത്തുമ്പോൾ തങ്ങളുടെ സ്വത്തും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി കളയരുതെന്നാണ് പറയുന്നത്. നിന്റെ ഐഡന്റിറ്റി എന്താണ്? നീ മിശിഹായുടെ നാട്ടുകാരനാണ്, മിശിഹായുടെ നാട്ടുകാരനാണ്.
മിശിഹായുടെ ഭാഷയിൽ ആരാധന നടത്തുന്നവനാണ്. നിന്റെ സഭ ഒരു പൗരസ്ത്യ സഭയാണ്, സൈഹിക പാരമ്പര്യമുള്ള സഭയാണ്. അത് കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുകയാണ്. ആര്? പാപ്പ നമ്മളോട് പറയുകയാണ്. എന്നിട്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലിയോ 13-ാമൻ പാപ്പ ചൂണ്ടിക്കാട്ടിയത് കിഴക്കൻ ആരാധനാക്രമങ്ങൾ സംരക്ഷിക്കുന്നത് പൊതുവെ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്നാണ്. സംരക്ഷിക്കണം. അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഈ ലിയോ 13-ാമൻ പാപ്പ ഒരു വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓറിയന്താലിയൻ ദിഞ്ഞിത്താസ് എന്ന രേഖയ്ക്കകത്ത് ഈ ലിയോ 13-ാമൻ പാപ്പ കൊടുത്തൊരു നിർദ്ദേശത്തെ ലിയോ 14-ാമൻ പാപ്പ ആവർത്തിക്കുകയാണ്. അത് കേട്ടാൽ നമുക്ക് തന്നെ ഇച്ചിരി വിഷമം തോന്നും. അതെന്നാന്നറിയാമോ? അതിങ്ങനെയാണ്: ഏതെങ്കിലും ഒരു ലത്തീൻ റീത്ത് മിഷണറി, ലത്തീൻ സഭയുടെ മെത്രാനായ തലവനും കൂടിയായ മാർപ്പാപ്പ പറയാണ്, ഏതെങ്കിലും ഒരു ലത്തീൻ റീത്ത് മിഷണറി, സാധാരണ വൈദികനോ സന്യാസിയോ ആവട്ടെ, ഒരു വൈദികനാവട്ടെ, ഒരു റിലീജിയസ് പേഴ്സൺ ആവട്ടെ, ഒരു പൗരസ്ത്യ കത്തോലിക്കനെ ലത്തീൻ റീത്തിലേക്ക് ആകർഷിക്കാൻ ഉപദേശിക്കുകയോ പിന്തുണ നൽകുകയോ ചെയ്താൽ, ശ്രദ്ധിക്കണം, ഒരു 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 ലത്തീൻ മിഷണറിയോ ഒരു വൈദികനോ ഒരു പൗരസ്ത്യ സഭാംഗത്തെ വന്ന് ഇവിടെ കുടിക്കോ പതുക്കെ എന്ന് ആകർഷിക്കാൻ ഉപദേശിക്കുകയോ, കുഴപ്പമില്ല കേട്ടോ, എന്ന് ഉപദേശിക്കുകയോ പിന്തുണ നൽകുകയോ ചെയ്താൽ അവരെ പിരിച്ചുവിടുകയും അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അങ്ങനെ ചെയ്യുന്നവരെ പിരിച്ചുവിടുകയും അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യണം. ഈ ആഹ്വാനം പ്രത്യേകിച്ചും പ്രവാസത്തിലുള്ള ക്രിസ്ത്യാനികൾക്കായി കിഴക്കൻ പൗരസ്ത്യ സഭ ക്രൈസ്തവഗതയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. പാപ്പ അങ്ങനെ പണ്ട് പറഞ്ഞു എന്നല്ല, ആ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ലിയോ 14-ാമൻ പാപ്പ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ഓരോ റീത്തിന്റെ അംഗങ്ങളും തങ്ങളുടെ റീത്തിനെ കുറിച്ച് അഭിമാനിക്കണമെന്നാണ്. അതിനൊരു ശ്രേഷ്ഠമായ ആരാധനാക്രമ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് അതിൽ അഭിമാനിക്കണം, എന്നിട്ട് അത് പഠിക്കണം, എന്നിട്ട് അത് ജീവിക്കണം, അത് പരികർമ്മം ചെയ്യണം. അല്ലാതെ ഒരു റീത്തിലായിരിക്കുമ്പം മറ്റൊരു റീത്തിനെ കണ്ട് അയ്യോ ഇച്ചിരി അതുപോലെ ആയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമോ എന്ന് ചിന്തിക്കരുത് എന്നാണ്. എല്ലാ റീത്തുകളും അവരവരുടെ റീത്തിനെ ബഹുമാനിക്കണം, അതിൽ നിലനിൽക്കണം. ലത്തീൻ റീത്താണെങ്കിൽ ഉണ്ടല്ലോ, ലത്തീൻ റീത്ത് പൗരസ്ത്യ സഭയുടെ റീത്തുകൾ അവിടെയാകുമ്പോൾ ഈശോ ജനിച്ച സ്ഥലമൊക്കെ അല്ലേ, എന്നാൽ കുറച്ച് അതിൽ നിന്ന് കോപ്പി ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കരുത്. അതിൽ ഉള്ളതിൽ നിലനിൽക്കണം. പൗരസ്ത്യ സഭകൾ എന്ത് ചെയ്യണം? അവർക്ക് ലഭിച്ചത് നിലനിൽക്കണം. കാരണം പരിശുദ്ധ റൂഹ ഈ ലോകത്തിൽ നട്ട വൈവിധ്യമുള്ള പൂച്ചെടികളാണ് ഈ റീത്തുകളൊക്കെ. അവയെല്ലാം അതുപോലെ വിരിയുമ്പോഴാണ് ഈ ഗാർഡൻ മനോഹരമാകുന്നത്. എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോഴല്ല, എല്ലാം അതിന്റെ വൈവിധ്യത്തെ സൂക്ഷിക്കുമ്പോഴാണ്. ഇനി ഇവിടെ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ആ ഓരോ റീത്തിനും അതിന്റെ തനിമയുണ്ട്. അതിനകത്ത് പലതരം സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ തനിമയുണ്ട്. ആ തനിമയിലാണ് അവരുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത്. ഈ വൈവിധ്യങ്ങൾ കത്തോലിക്ക സഭയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധ പിതാവിന് സിമ്പിളായിട്ട് പറയാം, ഏറ്റവും വലിയ സഭ ലോകം മുഴുവൻ കാണപ്പെടുന്ന ലത്തീൻ റീത്ത്, ആ റീത്തിലേക്ക് എല്ലാവരും വരൂ, നമ്മളെ ലോകത്തിൽ എല്ലാവരും ഒരുപോലെ കാണപ്പെടട്ടെ. അപ്പൊ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പൗരസ്ത്യ റീത്തുകളൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം. അങ്ങനെ ഒരുമിച്ചാവട്ടെ, കേൾക്കാൻ രസമുണ്ട്, കാണാൻ രസമുണ്ട്, അല്ലേ? അങ്ങനെ നല്ല രസമായിരിക്കില്ല എല്ലായിടത്തും ചെല്ലുമ്പോഴും ഒരുപോലെ. പക്ഷെ അതല്ല തിരുസഭ ആഗ്രഹിക്കുന്നത്. തിരുസഭ അങ്ങനെ ആഗ്രഹിക്കാതിരിക്കാൻ കാരണം ഈശോ മിശിഹ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ റൂഹ എങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല ആഗ്രഹിക്കുന്നതെന്ന് തീർത്തു പറയാനുള്ള കാരണം, അങ്ങനെ ആയിരുന്നുവെങ്കിൽ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ റീത്തുകൾ ഉണ്ടാകാൻ പരിശുദ്ധ റൂഹായെ അയച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുകയില്ലായിരുന്നു. ഈശോ ആഗ്രഹിച്ചത് ആണ് സംഭവിച്ചത്. പരിശുദ്ധ റൂഹ നൽകിയതാണ് സംഭവിച്ചത്. അതുകൊണ്ട് പാപ്പ പറയുകയാണ്, സാധ്യമായത് ഉചിതമായ സ്ഥലങ്ങളിൽ പൗരസ്ത്യ അതിരടയാളങ്ങൾ സ്ഥാപിക്കുന്നതിന് പുറമെ, എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭകൾക്ക് സ്വന്തമായ രൂപതകൾ നിർണയിച്ചു കൊടുക്കുന്നതിന് പുറമെ ലത്തീൻ ക്രൈസ്തവർക്കിടയിൽ കൂടുതൽ ഈ അവബോധം വളർത്തേണ്ടതുണ്ട്. ആരുടെ ഇടയ്ക്കാണ് അവബോധം വളർത്തേണ്ടത്? ലത്തീൻ ക്രൈസ്തവരുടെ ഇടയ്ക്ക് പൗരസ്ത്യ സഭകൾക്ക് കൊടുക്കേണ്ട ബഹുമാനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കിഴക്കൻ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രിയോട്, അതായത് ഡിക്കാസ്ട്രി ഫോർ ദ ഓറിയന്റൽ ചർച്ചസിനോട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതേസമയം ലത്തീൻ ബിഷപ്പുമാർക്ക് പ്രവാസത്തിലുള്ള പൗരസ്ത്യ കത്തോലിക്കരെ, സിറോ മലബാർ മലങ്കര തുടങ്ങുന്ന പൗരസ്ത്യ കത്തോലിക്കരെ അവരുടെ ജീവിക്കുന്ന പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന്
ഡിഫൈൻ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലത്തീൻ മെത്രാന്മാരോട് അവർക്ക് എങ്ങനെയാണ് പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങളെ കലർന്നു പോകാതെ, ലത്തീൻ റീത്തിനോട് കലർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് കണ്ടെത്താൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുവഴി അവരുടെ തനതായ സാക്ഷ്യത്തിലൂടെ, അവർക്ക് സ്വന്തമായിട്ടുള്ള തനിമയുള്ള സാക്ഷ്യത്തിലൂടെ അവർ ജീവിക്കുന്ന സമൂഹങ്ങളെ അവർ സമ്പന്നമാക്കും. ലത്തീൻ സമൂഹത്തിന്റെ നടുക്ക് ഒരു പൗരസ്ത്യ സ്ത്രീത്ത് ജീവിക്കുമ്പോൾ അതുവഴി അവരുടെ സാക്ഷ്യത്തിലൂടെ അവർ ജീവിക്കുന്ന ആ വലിയ കമ്മ്യൂണിറ്റിയെ അവർ സമ്പന്നമാക്കും. സത്യമാണത്, അങ്ങനെ സമ്പന്നമാക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോഴൊക്കെ വിശ്വാസമൊക്കെ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ ചില പൗരസ്ത്യ സഭകളുടെ അംഗങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തെ അവിടുത്തെ പള്ളിയൊക്കെ ആക്റ്റീവ് ആവുക ചെയ്യുന്നത് വിദേശത്ത് താമസിക്കുന്നവർക്കറിയാം. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് പാപ്പ പറയാണ്, സഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. പൗരസ്ത്യ സഭകൾക്ക്, ക്രൈസ്തവ സഭയ്ക്ക് ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന സംഭാവന, ക്രൈസ്തവതയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവന വലുതാണ്. നിങ്ങളുടെ ആരാധനാക്രമങ്ങളിൽ സജീവമായി നിലനിൽക്കുന്ന ആ നിഗൂഢതയുടെ ബോധം, മിസ്റ്റിക്കൽ അവയർനെസ് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നിട്ട് പാപ്പ പറയാണ്, പാശ്ചാത്യ ക്രൈസ്തവർക്കിടയിൽ ദൈവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവും മിസ്റ്റഗോജിയുടെ പ്രാധാന്യവും പൗരസ്ത്യ ആത്മീയതയുടെ പ്രത്യേകതകളായ നിരന്തരമായ മധ്യസ്ഥത, പശ്ചാത്താപം, ഉപവാസം, തന്റെയും മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ എന്നിവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൗരസ്ത്യ സഭകളിൽ നിന്ന് പാശ്ചാത്യ സഭകൾ കണ്ടുപഠിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് അവ നൽകി ഞങ്ങളെയും കൂടുതൽ വളർത്തണമേ എന്നാണ് പൗരസ്ത്യ സഭകളോട് ഈ ലയോ 14 പാപ്പ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? പലപ്പോഴും ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു സഭയുടെ ആരാധനാക്രമം, അതിൻ്റെ പാരമ്പര്യത്തെ നിന്ദിക്കരുത്, അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ചിലപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, കുറച്ചു കാലം ഞങ്ങൾ വേറൊരു പാരമ്പര്യം ജീവിച്ചു, അപ്പൊ ഇനിയിപ്പോ ഇത് മതി, ഞങ്ങൾ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇപ്പൊ ഇങ്ങനെ എന്ന് പറയരുത്. ആദ്യം മുതലേ ഉള്ള പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകണം. അത് കണ്ടെത്താൻ വേണ്ടി പഠനങ്ങൾ നടക്കണം. ചിലപ്പോഴൊക്കെ ആദിമ പാരമ്പര്യത്തെയൊക്കെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണും. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ സീറോ മലബാർ സഭയെ കൽദായർ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കും. സത്യത്തിൽ അത് കാൽഡിയൻ ചർച്ചാണ്, അല്ലാതെ അല്ല. പൗരസ്ത്യ കൽദായ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച ആരാധനാക്രമ പാരമ്പര്യം ത്തിന്റെ തുടർച്ചയുള്ള ഈ അദായിയുടെയും മാറിയുടെയും അനാഫ്ര ചൊല്ലുന്ന സഭയാണത്. അതിനെ നിന്ദിച്ചാൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ ഐഡന്റിറ്റിയാണ് ഇല്ലാതാവുക. സുറിയാനി പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ആ സീറോ മലബാർ സഭ എന്ന് വിളിക്കുന്നത്. ചില ആളുകൾ സീറോ എന്ന് പറഞ്ഞാൽ പൂജ്യം എന്നൊക്കെയാണ്, പൂജ്യ സഭ എന്നൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് ഒത്തിരി മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിറിയയുടേതാണ് സീറോ, ZRO അല്ല, SYRO ആണ്. സിറിയൻ ബന്ധമുള്ള മലബാറിലെ സഭയാണ് സിറിയൻ മലബാർ സഭ. അതാണ് അതിന്റെ ഐഡന്റിറ്റി. ആ സിറിയൻ ബന്ധം ഉപേക്ഷിച്ചാൽ പിന്നെ സീറോ മലബാർ സഭയില്ല. പിന്നെയുള്ളത് ഒരു നാട്ടുകൂട്ടമാണ്, ഇവിടുത്തെ ഒരു നാട്ടുകൂട്ടമാണ്. സിറിയൻ ബന്ധമുള്ള, ആദിമ കാലഘട്ടം മുതൽ തന്നെ ഈ സിറിയൻ ബന്ധമുള്ള പൗരസ്ത്യ പാരമ്പര്യമുള്ള ഒരു പൗരസ്ത്യനാകുന്ന തോമാസ് ലീഹ വന്ന് സ്ഥാപിച്ച ആ പാരമ്പര്യത്തെ നമ്മൾ നിന്ദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ സഭ? ഇനി ഇത് തോമാസ് ലീഹയിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണല്ലോ, ഈശോ മിശിഹായുടെ പാരമ്പര്യം തുടരുന്നല്ലോ, യഹൂദ തുടർച്ചയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ലത്തീൻ റീത്ത് അത് കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഇത് രണ്ടും ഉദ്ദേശിക്കുന്നില്ല. ഓരോ വ്യക്തിസഭയും, നമ്മളൊക്കെ ഓരോ വ്യക്തിസഭയുടെ അംഗങ്ങളാണ്. ഏതിനകത്താണോ അതിനകത്തായിരിക്കുന്നത് വഴിയാണ് നമ്മൾ കത്തോലിക്ക കൂട്ടായ്മയിലായിരിക്കുന്നത്. ഒന്നൊന്നിനെ നിന്ദിക്കാൻ പാടില്ല, ഒന്നൊന്നിനെ ചെറുതായി കാണാൻ പറ്റില്ല. എല്ലാം റിച്ചാണ്. ലിയോ പാപ്പ ഇത് ഇത്രയും ആവർത്തിച്ച് പറയാൻ കാരണം നമുക്കൊരു കോംപ്ലക്സ് ഉണ്ടാകാൻ തുടങ്ങിയെന്ന് പാപ്പായ്ക്ക് തോന്നിക്കാണും ചിലപ്പോൾ. പൗരസ്ത്യ സഭകൾ ഞങ്ങൾ അത്ര പോരാ, ഞങ്ങൾ കുഞ്ഞാണ്, ചെറുതാണ്, ഞങ്ങളുടെയൊക്കെ പാരമ്പര്യമൊക്കെ പോയി, അങ്ങനെ ഒരു കോംപ്ലക്സ് നമുക്കുണ്ടോ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും. നമുക്ക് അഭിമാനബോധമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈശോ മിശിഹായ്ക്ക് അച്ഛാ, ഞാനും എൻ്റെ ഭാര്യ ഒന്നിച്ചാണ് ഈ ക്ലാസ് ഞങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടൊരു ഞങ്ങൾ ഈ കഴിഞ്ഞ 1-ാം തീയതി 11th ഇയർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ന്യൂ ഇയറിൻ്റെ അന്ന്. അപ്പോൾ ഞങ്ങളുടെ സംശയം, ഞാൻ സീറോ മലബാറാണ്, പക്ഷേ എൻ്റെ വൈഫ് നമ്മൾ ലത്തീനാണ്. അപ്പം ഞങ്ങൾക്കിപ്പം എന്തോ 2 കുട്ടികളുണ്ട്. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നമ്മൾ സീറോ മലബാർ തന്നെയാണ് ഞങ്ങൾ പോകുന്നതും. വൈഫിന് സന്തോഷം തന്നെയാണ്, അവർക്ക് അങ്ങനെ എതിരൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സംശയം, അതായത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു സംശയമാണ്, ഞങ്ങൾ ഏത് റീത്തിൽ
ഞങ്ങൾ കുഞ്ഞുങ്ങളെ ചേർക്കുകയും അല്ലെങ്കിൽ നമ്മുടെ എന്തൊരു വേദപാഠമൊക്കെ ഞങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അത്രയേ ഉള്ളൂ അച്ഛൻ്റെ ഒരു ഓക്കെ, റിപ്ലൈ. അതായത് ഒന്നാമത് രണ്ട് 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 നിയമങ്ങൾ ഇതിനകത്ത് ബാധകമാണ്. ഒന്ന്, സ്വാഭാവികമായി സാധാരണഗതിയിൽ പുരുഷന്റെ ഭർത്താവിന്റെ റീത്തിലേക്ക് ഭാര്യ ഓട്ടോമാറ്റിക്കായിട്ട് ചേരും. അത് റീത്ത് അന്തസത്തയിൽ മാറില്ല. കാരണം റീത്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസ പാരമ്പര്യമാണ്. ഇപ്പൊ ഒരു മലയാളി എവിടെ ചെന്നാലും എങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും മലയാളി ആയിരിക്കുമെന്ന് പറയുന്ന പോലെ അയാളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടും കൂടെ കിടക്കുന്നതുകൊണ്ട് റീത്ത് ഇല്ലാതാവില്ല. പക്ഷെ ആ വ്യക്തി ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പും ഒരു കുടുംബത്തിന് എന്റെ ഐക്യവും കാരണം തിരുസഭ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ റീത്തിലേക്ക് ഭാര്യയെ കൂടെ കൂടിച്ചേരും. പിന്നീട് ആ ഭവനം മുഴുവനും ഭർത്താവിന്റെ റീത്തിന്റെ അംഗങ്ങളാണ്. ഇനി പൗരസ്ത്യ റീത്തും പാശ്ചാത്യ റീത്തും കൂടി ആവുകയാണെങ്കിൽ പൗരസ്ത്യ റീത്തുകൾ ക്ഷയിച്ചു പോകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പൗരസ്ത്യ റീത്തിലേക്കാണ് ഈ പാശ്ചാത്യ റീത്തിലെ അംഗം പ്രവേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടു വഴിക്കും എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ കുടുംബം എന്താ പറയാ സീറോ മലബാർ പാരമ്പര്യത്തിൽ ജീവിക്കുകയും ആ പാരമ്പര്യത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയും വിശ്വാസ ജീവിതം നയിക്കുകയും അതേസമയം ലത്തീൻ റീത്തിനെ സ്നേഹത്തോടെ ബഹുമാനിക്കുകയും ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം എനിക്ക്, അതായത് ആരാധനക്രമം നവീകരിക്കുന്ന പരിപോഷിപ്പിക്കപ്പെടുന്ന സാക്രസാന്തം കൊഞ്ചിലത്തിൽ നമ്മൾ പഠിച്ചു. അതിന് എക്സാമ്പിൾ അച്ഛൻ പറഞ്ഞത് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിന്നുള്ളത് ഇപ്പൊ പുതിയ ടെക്സ്റ്റൈല് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലില് അതൊരു നവീകരണം എന്ന് പറയാൻ പറ്റുക. അതായത് പൗലോസ് സ്ലീഹായുടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് സഭയിൽ സംസാരിക്കാൻ അധികാരമില്ല, അവർക്ക് സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലില് 22 ലേഡീസ് പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ക്ലാസ്സില്. 12 അൽമായരും 10 കന്യാസ്ത്രീകളും ആണെന്നാണ് അന്ന് ആ ടോക്കിൽ ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ അതൊരു നവീകരണം എന്ന് പറയാൻ പറ്റുമോ അച്ഛാ? അയ്യോ, അതായത് പൗലോസ്ലീഹ പറയുന്ന വാക്കുകളുടെ കോണ്ടെക്സ്റ്റിനകത്ത് നിന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് എടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് മിണ്ടാൻ അവകാശമില്ല എന്ന് അർത്ഥമില്ല. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു വെച്ചാല് അത് 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 ചരിത്രപരമായി പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രത്യേക കാര്യത്തിന് അവരെ വഴക്ക് പറയുന്ന ഭാഗമാണ്. നമ്മൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞ നേരത്ത് നമ്മളിങ്ങനെ പറയും മിണ്ടിപ്പോയി, അക്ഷരം മിണ്ടിപ്പോയത് ഇവിടെ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മിണ്ടരുതെന്നും അല്ല അതിന്റെ അർത്ഥം. അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെ ശാസിക്കുന്നതാണ്. അതായത് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കരുതപ്പെടുന്നത് ഇങ്ങനെയാണ്. ഈ സഭയിൽ മിക്കവാറും ഒക്കെ ആദ്യകാലങ്ങളിലൊക്കെ ചില വിധവകളുടെ ഭവനങ്ങൾ കേന്ദ്രീകരിച്ചാണ് സഭാഗാത്രം വളർന്നു വന്നത്. എന്നുവെച്ചാൽ അവരുടെ ഭവനങ്ങൾ അവർ വിട്ടുകൊടുത്തു, അവിടെ പ്രാർത്ഥനകൾ ഒക്കെ നടന്നിരുന്നു. അപ്പം അവരുടെ സ്വത്ത് കൊണ്ടൊക്കെ ഇവരെ സഭയെ സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവർക്കൊരു പ്രാമുഖ്യം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാമുഖ്യമുള്ള ഇവര് സത്യത്തിൽ ആദിമസഭയിലെ വലിയ നേതാക്കന്മാരെ പോലെ ഈ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ചില ആളുകളൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മെത്രാന്മാരുടെ അധികാരത്തിന്റെയും മുകളിൽ തീരുമാനം എടുക്കാനും നിയന്ത്രണം വരുത്താനൊക്കെ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരും അവർ നിയോഗിച്ചിരിക്കുന്ന വൈദികരും ഒക്കെ ഉണ്ടല്ലോ, അവരെയും കൂടി അവഗണിച്ചുകൊണ്ട് അതിന് വേണം. ആ സമയത്താണ് ഈ സഭകളുടെയൊക്കെ ആരംഭകനായ പിതാവായ പൗലോസ്ലീഹ ഇടപെടുന്നത്. നിങ്ങളിൽ നിന്നാണോ സഭയുണ്ടായത്, മിണ്ടാണ്ടിരുന്നാണോ അവിടെ എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുന്നത്. അത് ആ കോണ്ടെക്സ്റ്റിൽ അവർ ചെയ്ത കാര്യത്തെ ശാസിക്കുന്നത് മാത്രമാണ്. സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണമെന്ന് പൗലോസ്ലീഹ അന്നു മുതലേ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അത് സഭയുടെ പാരമ്പര്യം. അപ്പൊ ബൈബിളിനെ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ കാലത്തും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സഭ ആഗ്രഹിച്ചിരുന്നു. പഴയ കാലങ്ങളിലുള്ള ഒരു പ്രത്യേകത, സ്ത്രീകൾ അത്രയ്ക്ക് മുന്നോട്ട് വന്നിരുന്നില്ല. നമ്മുടെ നാട്ടിൽ പോലും അടുത്ത കാലത്തല്ല സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ പോലും റിസർവേഷനൊക്കെ കൊണ്ടുവന്ന് ഇലക്ഷനൊക്കെ പിടിച്ചു നിർത്തി മത്സരിപ്പിക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സഭ കൊടുക്കാത്തതുകൊണ്ടല്ല, സ്ത്രീകൾ പൊതുവെ മുന്നോട്ട് വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായി അവർക്ക് അങ്ങനെ വരുന്നതിനനുസരിച്ചുള്ള ആനുപാതികമായ സ്ഥാനങ്ങളും ഇടപെടലുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഒരു നവീകരണം എന്ന് പറയേണ്ടതില്ല എന്നാണ് പറയുന്നത്. വിശ്വസിക്കട്ടെ അച്ഛാ, ആരാധനക്രമത്തിന്റെ ഭാഗമായിട്ട് അച്ഛാ നിയാമപ്രാർത്ഥനകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അത് എന്താണ് സഭ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ ഭവനങ്ങളിൽ സാധാരണ പണ്ടുപോലെ നമ്മൾ കൊന്തയില്ലുക എന്നാണ് സന്ധ്യാപ്രാർത്ഥനയായിട്ട് കാണുന്നത്. അപ്പൊ അത് യാമപ്രാർത്ഥനകൾ ചെല്ലുന്നതാണോ ഉചിതമെന്നാണോ സഭ ആഗ്രഹിക്കുന്നതെന്ന് പറയാം, അതിനെപ്പറ്റി ഒന്ന് പറയാം. യാമപ്രാർത്ഥനയെ കുറിച്ച് നമുക്കൊരു അധ്യായമുണ്ട്, നമ്മളവിടെ സംസാരിക്കും. എന്നാലും ഇപ്പൊ ചോദിച്ച വഴിക്ക് പറയാം. യാമപ്രാർത്ഥനകൾ സഭയുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമാണ്. അത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്, ഒഫീഷ്യൽ പ്രെയർ ആണ്. അപ്പൊ സ്വാഭാവികമായും ഒഫീഷ്യൽ പ്രെയർ എപ്പോഴും മറ്റ് പ്രാർത്ഥനകളെക്കാൾ മുൻപിൽ നിൽക്കും.
മുൻപിൽ നിൽക്കും. നമ്മുടെ നാട്ടിൽ ജപമാല ഭക്തി കൂടുതൽ പ്രചാരം നേടിയതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ യാമപ്രാർത്ഥനകൾ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും എഴുത്തും വായനയെ അറിയുന്ന ഒരു കാലഘട്ടമല്ല ഉണ്ടായിരുന്നത്. അത് ഒരുമിച്ചിരുന്ന് ചെല്ലലൊന്നും എളുപ്പമായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സന്യാസ ആശ്രമങ്ങളിലേക്കും വൈദികരുടെ ഇടയിലേക്കും ചുരുങ്ങിപ്പോയി. നമ്മൾ നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ഒരു തലമുറയുടെ മുൻപത്തെ ചെറുപ്പത്തിൽ വീട്ടിൽ കൂടി വന്ന ഒരു കുഞ്ഞു സത്യവേദ പുസ്തകത്തിന്റെ ബുക്ക് കാണും, കൂടി വന്ന അല്ലെ. ഒരു ബൈബിൾ പോലും അടുത്ത കാലത്ത് POC തുടങ്ങിയപ്പോഴാണ് ഒരു ബൈബിൾ പോലും ഉണ്ടായത്. അപ്പം യാമപ്രാർത്ഥനയൊന്നും എളുപ്പമല്ല. പിന്നെ പരിഭാഷ ചെയ്തിരുന്നില്ല, മലയാളത്തിലേക്കില്ല, സുറിയാനി ഭാഷയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സുറിയാനി ഭാഷയിൽ പ്രാർത്ഥിക്കാനൊന്നും ആളുകൾ പറ്റും. അപ്പൊ എളുപ്പം ഉണ്ടായത് ജപമാലയാവുമ്പം പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമാണ്, എന്നാൽ അതിന് മീനിങ് ഉണ്ട്. അപ്പൊ അത് ഒരുമിച്ച് ചെല്ലുന്ന ഒരു പാരമ്പര്യം അങ്ങ് വളർന്നു വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഏറ്റവും ഉചിതമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സഭയുടെ ആരാധനാക്രമ കാലഘട്ടത്തോട് ബന്ധമുള്ള സുവിശേഷ രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാകുന്ന യാമപ്രാർത്ഥനകൾ കുടുംബത്തിൽ അർപ്പിക്കുന്നത് തന്നെയാണ് ഉചിതം എന്ന് കണ്ട് ജപമാലയെ മാറ്റി നിർത്തേണ്ടതില്ല. ജപമാലയെ അതിന്റെ കൂടെ യാമപ്രാർത്ഥന ചെല്ലുകയും കൊന്ത ചെല്ലുകയും കൂടി ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായത്. അധികം നേരമൊന്നും എടുക്കത്തൊന്നുമില്ല. യാമപ്രാർത്ഥനയും ചെല്ലുന്നു, ജപമാലയും കൂടെ ചൊല്ലും. അല്ലെങ്കിൽ ഒന്നുകിൽ രാവിലെ ജപമാല അല്ലെങ്കിൽ വൈകുന്നേരം യാമപ്രാർത്ഥന ചെല്ലും, അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു കുറെ കൂടുതൽ ദിവസങ്ങൾ യാമപ്രാർത്ഥന ചെല്ലുകയും ചില ദിവസങ്ങളിൽ ജപമാല ചെല്ലുകയും ചെയ്യുന്ന പോലെ ഒക്കെ ആരംഭിക്കാം. പിന്നെ പതുക്കെ പരിചയപ്പെടുന്നതിന്. പക്ഷെ എന്തായാലും ഓൾവേസ് റെക്കമെൻഡഡ് യാമപ്രാർത്ഥനകളാണ്, സംശയമൊന്നുമില്ല. ായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ജീവിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റിയിലുള്ള പള്ളികളിൽ, കാത്തലിക് ചർച്ചുകളിലൊക്കെ അച്ഛന്മാർ കുറവായിട്ട് അവിടെ പോയി അവർക്ക് കുർബാനയിൽ കൊടുക്കുകയും അതുപോലെ അവർക്കൊരു ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ മൈഗ്രൻ്റ് ആയിട്ടുള്ള മലയാളി അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ കേരളത്തിൽ കാണുവാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാനും ഒരു സീറോ മലബാർ സഭയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും നമുക്ക് നാണക്കേട് ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് എന്താണ് ലത്തീൻ സഭകൾ പഠിക്കാമെന്ന് എനിക്ക് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നത്, എല്ലാ ധ്യാന കേന്ദ്രങ്ങളും അതായത് ഏത് റീത്താന്ന് നോക്കാതെ എല്ലാവരും ഒന്നിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് ഡാനിയലച്ചൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃപാസനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പല ഇതുണ്ടല്ലോ, മറ്റേ അണക്കരയുണ്ട്, അത് റീത്തിന് അതീതമായിട്ടുള്ള ഒരു കോമൺ ഗ്രൗണ്ട് എടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? അതല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. തീർച്ചയായിട്ടും 2 കാര്യവും പ്രസക്തമാണ്. 2 കാര്യം വളരെ പ്രസക്തമാണ്. ആദ്യത്തേത്, നമ്മളൊരു പ്രദേശത്ത് ചെല്ലുമ്പം അവരെ കഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആരാധനക്രമമാണ്, അല്ലാതെ നമ്മുടെ കയ്യിലിരിപ്പല്ല എന്ന് പറയാൻ കാരണം, നമ്മളിവിടെ പടക്കം പൊട്ടിച്ചും നട്ടപ്പാതിരേക്ക് പടക്കം പൊട്ടിച്ചും റോഡ് ബ്ലോക്ക് ചെയ്ത് ഇത് നടത്തിയുമേ നമുക്ക് ഇഷ്ടമെന്ന് വിചാരിച്ച് ചെല്ലുന്ന ഒരു നാട്ടിൽ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവർ അനുവദിച്ച് തരികയൊക്കെ ചെയ്യുവാണെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ കുറച്ചൊക്കെ. നമ്മുടെ നൊസ്റ്റാൾജിയ തീർക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അതായത് ഈ പ്രവാസികൾ പലപ്പോഴും ചെയ്യുന്നതിനെന്നറിയോ, നൊസ്റ്റാൾജിയ തീർക്കാനാണ്. അതല്ല ഈ പറഞ്ഞു വന്ന വിഷയം. നൊസ്റ്റാൾജിയ തീർക്കാന്ന് പറഞ്ഞാൽ നാട്ടിലെ പെരുന്നാളിന് കൂടി ഭയങ്കര അതേ പെരുന്നാളിനെ അവിടെ പുനരവതരിപ്പിക്കണം. അത് ചുമ്മാ ഒരു നൊസ്റ്റാൾജിയുടെ വിഷയം മാത്രമാണ്. അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ആരാധനാക്രമ പാരമ്പര്യത്തെ സൂക്ഷിക്കാൻ പറ്റണം എന്നാണ്. ഇപ്പൊ തലമുറകളിലൂടെ കലർന്നു പോകുന്നത്. ചിലപ്പോൾ പുതിയ തലമുറ ഇംഗ്ലീഷ് മാത്രം അറിയുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഇംഗ്ലീഷിൽ ഇതേ റീത്ത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന പോലെ ഒരുക്കി കൊടുക്കും. ഇങ്ങനെ തുടങ്ങുന്ന വിധത്തെ സംരക്ഷിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. രണ്ടാമത്തേത്, റീത്തിന് അതീതമായ ഒരു സൗഹൃദം വർദ്ധിപ്പിക്കണം. തീർച്ചയായിട്ടും. പക്ഷെ റീത്തിന് അതീതമായ സൗഹൃദം എന്ന് പറഞ്ഞാൽ റീത്തുകളുടെ ലെവലിംഗ് അപ്പ് അല്ല. ഇപ്പൊ ഉദാഹരണം, അതിന്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാവുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ധ്യാന കേന്ദ്രത്തിൽ 3 റീത്തിന്റെയും പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്ത് ഒരു കുർബാന ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. ലത്തീൻ കുർബാന അർപ്പിക്കുമ്പോൾ ശുദ്ധമായും പൂർണ്ണമായും ലത്തീൻ കുർബാന അർപ്പിക്കും. അതിനകത്തൊരു മറ്റൊരു വ്യക്തിസഭയിലുള്ള ആളുകൾക്ക് അതിനകത്ത് പങ്കെടുക്കാം, ഒരു കുഴപ്പമില്ല. സീറോ മലബാർ കുർബാന അർപ്പിക്കുമ്പോൾ ലത്തീൻ കാപ്പ് ഇട്ടുകൊണ്ടല്ല ലത്തീൻ കുർബാന അർപ്പിക്കേണ്ടത്. പകരം സീറോ മലബാർ സഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി സീറോ മലബാർ കുർബാന അർപ്പിക്കും. ഇത് 3 ഒരു സ്ഥലത്ത് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു സൗഹാർദ്ദവും സ്നേഹവും അന്യോന്യം റീത്തുകളെ ആദരിക്കാനുള്ള മനോഭാവവും റീത്തുകളുടെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള പ്രബോധനവും ഒക്കെ കൊടുക്കാം. ഒപ്പം നമ്മുടെ റീത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവും അതിൽ നിലനിൽക്കാനുള്ള അഭിമാനവും കൂടെ ചേരുന്നതിനെയാണ് ഏറ്റവും ശരിയായ സഭാജീവിതം എന്ന് വിളിക്കാവുന്നത്. മറ്റേത് രണ്ടുമല്ല. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഡെവലപ്പ് ചെയ്യലുമല്ല, ബാക്കിയുള്ളതിനൊക്കെ നിഷേധിക്കലുമല്ല.
പകരം ഇവയെ സംയോജിപ്പിക്കാം ഇങ്ങനത്തെ പൊതുസ്ഥലങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്ത് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു സിറ മലബാർ പള്ളികളിൽ പോലും ചിലപ്പോഴൊക്കെ തിരുനാളിനകത്ത് ഒരു കുർബാന മലങ്കര കുർബാനയും ഒരു കുർബാന ലത്തീൻ കുർബാനയും ഒക്കെ വെക്കുന്ന നല്ല പാരമ്പര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് ആ റീത്തിനെ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനെ മിക്സ് ചെയ്ത് രണ്ടിനും കൂടി അവഹേളിക്കരുത്. അതായത് സിറ മലബാർ കുർബാനയുടെ കാപ്പയിട്ടുകൊണ്ട് ലത്തീൻ കുർബാന ചെല്ലുക, അതിനകത്ത് 2 പ്രാർത്ഥന ഇവർക്ക് പരിചയമുള്ളത് കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. അതല്ല അതിന്റെ രീതി. സൗഹൃദത്തിന് സ്നേഹത്തിന്റെ ഭാഷ അങ്ങനെയാണല്ലോ. ഞാനായിരുന്നു കൊണ്ടാണ് മറ്റൊരാളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അതാണ് സഭ ആഗ്രഹിക്കുന്നത്. ആരാധനാക്രമം ജീവിക്കുക എന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അതെങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അച്ഛാ? ഞാൻ ഈ ക്ലാസ്സുകളിൽ അതാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ആരാധനാക്രമം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനാക്രമത്തിൽ പങ്കാളിയാവുക, അതിന് ചേർന്ന ജീവിതം നയിക്കുക. ഇത് രണ്ടുകൂടെ കൂടി ചേരുന്നതാണ്. അതുകൊണ്ട് ആരാധനാക്രമ ജീവിതം നയിക്കുന്ന ഒന്നാമത്തെ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്കും മറ്റു കൂദാശകൾക്കൊക്കെ മുടങ്ങാണ്ട് പോവുക. അവയ്ക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുക്കുക. നമ്മുടെ പ്രാർത്ഥനകളുടെ ഹൃദയം കേന്ദ്രം അതാണ് എന്ന് ബോധ്യപ്പെടുക. അവ മുടക്കാതിരിക്കുക, അവയേക്കാൾ വലുതായി മറ്റൊന്നിനെയും കരുതാതിരിക്കുക. ഇനി ആ ആരാധനാക്രമത്തിന്റെ ചൈതന്യത്തിലുള്ള ജീവൻ നയിക്കും. ഉദാഹരണത്തിന് വിവാഹം സ്വീകരിച്ചിരിക്കുന്നവർ വിവാഹത്തെ ചുമ്മാ ഒരു പെണ്ണും ചെറുക്കനോട് കൂടിയുള്ള ഒരു കോഹാബിറ്റേഷൻ എന്നതിന്റെ അപ്പുറത്ത് അതിനെ ഒരു കൗദാശിക ജീവിതമായി ബോധ്യപ്പെടുക. ഒരു പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന ഒരാൾ താൻ സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യ കൂദാശയുടെ കൗദാശിക ജീവിതം നയിക്കുക. ഇങ്ങനെ തുടങ്ങുന്ന എല്ലാം കൂടെ കൂടി ചേരുന്നതാണ്. നമ്മൾ പിന്നീട് തുടർന്ന ക്ലാസ്സുകളിൽ വിശദീകരിക്കാൻ സഭ ശ്രമിക്കുന്നതും അതാണ്. സ്വീകരിക്കട്ടെ. അച്ഛാ, എന്റെ സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യ 2 നൂറ്റാണ്ടുകളിൽ നമുക്ക് ഒരു പാരമ്പര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. പലപ്പോഴും ഭാരതീയ പാരമ്പര്യം എന്നൊക്കെ സിറ മലബാർ ചർച്ചിന്റെ കാര്യമായിരിക്കും പറയണം അല്ലേ? നമ്മളിപ്പോ എല്ലാവരും ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാറുണ്ട്. പിന്നീടാണ് നമുക്ക് കൽദായ പാരമ്പര്യം വരുന്നത്. അതിനുശേഷം ലത്തീൻ പാരമ്പര്യത്തിലും നമ്മൾ പോയി. ഇപ്പൊ പലപ്പോഴും ഈ ലത്തീൻ പാരമ്പര്യത്തിന് ഒരു ലത്തീൻ വൽക്കരണം എന്നും കൽദായ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യമാണെന്നും പറയാറുണ്ട്. അപ്പോ ആദ്യ 2 നൂറ്റാണ്ടുകളിലെ പാരമ്പര്യങ്ങൾ നമ്മൾ മറന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പരിഗണിക്കാതെ പിന്നീട് ഇങ്ങനെ പറയുന്നതിൽ ഒരു ബയസ്ഡ് അപ്രോച്ച് അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതാണ് എന്റെ നല്ല ചോദ്യം. ഒത്തിരി പേര് അത് ചോദിക്കാറുള്ള ചോദ്യമാണ്. കാരണം ചരിത്രത്തിന്റെ 2 ഘട്ടങ്ങളിലുണ്ടായ അധിനിവേശങ്ങളല്ലേ അവ, അല്ലെ? അങ്ങനല്ലേ? 2 ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള അധിനിവേശങ്ങളല്ലേ? അപ്പൊ ഒരു കാലഘട്ടത്തിലെ അധിനിവേശത്തെ അംഗീകരിക്കാമെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിന്റെ അധിനിവേശത്തെ അംഗീകരിച്ച് തന്നെയാണ് കുഴപ്പം എന്നൊക്കെയാണ് ചോദിക്കുക. പക്ഷെ ഇതിനകത്ത് വേറെ പ്രസക്തമായ വേറെ ചില കാര്യങ്ങളൂടെയുണ്ട്. ഒന്നാമത്തേത്, നമുക്ക് ഏറ്റവും ആദ്യത്തെ നമ്മുടെ ആരാധനാക്രമ പാരമ്പര്യം എന്നൊന്നുണ്ടോ എന്നും അതെന്തായിരുന്നു എന്നും നമുക്കറിയാവുന്ന ഒരു സോഴ്സ് നമ്മുടെ കയ്യിലില്ല. ഒരു സോഴ്സും ഇല്ല. നമുക്ക് സങ്കല്പിക്കാൻ പോലുള്ള സാധ്യതകളില്ല. പിന്നെ നമുക്ക് ഊഹിക്കാവുന്ന എന്താണ്? തോമാശ്ലീഹ വന്നപ്പോൾ തോമാശ്ലീഹ നമുക്ക് എന്താണ് തന്നിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് ആകെ ഊഹിക്കാവുന്നത്, അല്ലെ? ഇനി തോമാശ്ലീഹ വന്നപ്പോൾ തോമാശ്ലീഹ മാത്രം വന്നെന്ന് കരുതരുത്. കാരണം ഈ സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ റൂട്ട് കണക്ട് ചെയ്തിരുന്നത് ഈ പേർഷ്യൻ പ്രദേശത്തെയും കൂടെ കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് തോമാശ്ലീഹ തന്നെ ഈ പേർഷ്യയിലും ഭാരതത്തിലും സുവിശേഷം പ്രഘോഷിച്ചത്. തോമാശ്ലീഹ തന്റെ തന്റെ ഈ ഭാരത പ്രവേശനത്തിന് ശേഷം പോലും വീണ്ടും സിറിയയിലേക്ക് പേർഷ്യയിലേക്ക് തിരികെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ തന്നെ തോമാശ്ലീഹയുടെ കാലം മുതൽ തന്നെ ഈ ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് അനുമാനിക്കാവുന്നത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ തോമാശ്ലീഹ അനുഭവിച്ച പാരമ്പര്യം, തോമാശ്ലീഹയുടെ ആ യഹൂദ പാരമ്പര്യം, ആ പൗരസ്ത്യ പാരമ്പര്യം തന്നെയായിരിക്കും ഇവിടെ വളർന്നിട്ടുണ്ടാവുക. മാത്രമല്ല, തോമാശ്ലീഹ സുവിശേഷം പ്രഘോഷിച്ച് ഭാരതത്തിൽ നിന്ന് വീണ്ടും അവിടേക്ക് പോവുകയും അവിടുന്ന് ഇങ്ങോട്ട് വരികയും ചെയ്തപ്പോൾ തോമാശ്ലീഹയുടെ ശിഷ്യന്മാരും കൂടി വന്നിട്ടുണ്ടാകാം. അവരുടെ അങ്ങനെ ഈ പ്രാർത്ഥനകളും ആത്മീയ ജീവിതവും ഒക്കെ ഇടകലർന്നിട്ടുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ ആദ്യ സുവിശേഷം പ്രഘോഷിച്ചത് യഹൂദരോടായിരിക്കാനാണ് സാധ്യത. അന്ന് ബ്രാഹ്മിൻസ് ഇല്ല. പിന്നെ ഉള്ളത് തമിഴ് ബ്രാഹ്മിൻസ് ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഹിസ്റ്റോറിക്കലി ബ്രാഹ്മിൻസ് ഇല്ല. സ്വാഭാവികമായി ആദ്യം സംസാരിച്ചിട്ടുള്ളത് യഹൂദരോടായിരിക്കും. കാരണം ഈ ജൂയിഷ് കോളനികൾ BC 8 മുതലുണ്ട്, 8-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അതായത് ഈശോയ്ക്കും 800 വർഷം മുമ്പ് തന്നെ ഇവിടെ ജൂയിഷ് കോളനികളുണ്ട് ഈ മട്ടാഞ്ചേരി പ്രദേശത്തൊക്കെ. അപ്പൊ സ്വാഭാവികമായും തന്റെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ തോമാശ്ലീഹ അവരുടെ അടുത്ത് സുവിശേഷം പ്രഘോഷിക്കുകയും അവരാദ്യം വിശ്വാസ സമൂഹമാവുകയും അവര് വഴി, അവർക്ക് ദ്വിഭാഷികളൊക്കെ ഉണ്ടല്ലോ, അവര് വഴി നമ്മുടെ നാട്ടിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അങ്ങനത്തെ കൂട്ടായ്മ വളരുകയും ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ നമുക്ക് ലഭ്യമായ
പിന്നീട് 3-ാം നൂറ്റാണ്ട് കഴിയും 3-4 നൂറ്റാണ്ടിലെ കൽദായ പാരമ്പര്യം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മെത്രാന്മാർ വന്ന് നമ്മളെ സഹായിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അവിടുന്ന് മെത്രാന്മാർ വരുന്നു എന്ന് നമ്മൾ ഔദ്യോഗികമായി അറിയുന്നതിന് മുൻപ് തന്നെയും മിക്കവാറും ആ പാരമ്പര്യം നമ്മൾ ആയിട്ട് ഇടകലർന്നിട്ടുണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. അതേസമയം തന്നെ മറ്റൊന്നായിരുന്നു എന്ന് പറയാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ലതായി. ഇത്രയും സാധ്യതകൾ ഇവിടെയുണ്ട്. എന്നാൽ മറുവശത്ത് നമുക്ക് തനതായ ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള സാധ്യതകളില്ല. കാരണം തോമസ് ലീഹ വന്നത് തീർത്തും ഭാരതീയമായ ഒരു സ്ഥലത്തേക്കല്ല, ജൂയിഷ് കോളനികളിലേക്കാണ് വന്നത്. ആ ജൂയിഷ് കോളനികളുടെ സ്വാധീനം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആ പാരമ്പര്യം ആദ്യം മുതലേ ഉള്ള നമ്മുടെ പാരമ്പര്യമാണെന്ന് കരുതുന്നതിനെ തെറ്റില്ല. 2, ഈ തോമസ് ലീഹായുടേത് തന്നെയാണ് ഈ പറഞ്ഞ സിറിയൻ പാരമ്പര്യം. തോമസ് ലീഹായുടേത് തന്നെയാണ്. ഒരേ പിതാവിന്റെ രണ്ട് ഭവനങ്ങളാണ്, 2 സഭകളാണ്. അപ്പൊ സ്വാഭാവികമായും തോമസ് ലീഹായുടെ പാരമ്പര്യത്തിലുള്ളതാണ് ഈ സിറിയൻ പാരമ്പര്യം. എന്നാൽ ലത്തീൻ പാരമ്പര്യം തോമസ് ലീഹായുടെ പാരമ്പര്യത്തിലുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ വന്നാലും നമുക്ക് കൂടുതൽ നമ്മുടേതായിരിക്കുന്നത് ഈ തോമസ് ലീഹായുടെ പാരമ്പര്യത്തിൻ്റെതാണ്. ഒരേ പിതാവിന് 2 പാരമ്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവ കലരുകയും മിക്സായിട്ട് തുടർന്ന് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായ അതുകൊണ്ട് തന്നെ ഒരു 16-ാം നൂറ്റാണ്ടിൽ 2 നൂറ്റാണ്ടിലേക്ക് മാത്രം വന്ന ഒരു അല്പ അധിനിവേശ സ്വഭാവമുള്ള അവരെ കുറ്റം പറയാൻ ഒരിക്കലും പാടില്ല. ലത്തീൻ അധിനിവേശം അവരൊന്നും നമ്മുടെ സംസ്കാരം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞു നടക്കരുത്. കാരണം എന്നാന്ന് വെച്ചാൽ അവർ സതുദ്ദേശത്തിൽ ചെയ്തതാണ്. പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഭാജീവിതമൊക്കെ കണ്ടപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടത് നമ്മളാകെ ഈ നാട്ടിലെ പോലെ കലർന്നു കിടക്കുന്നു, നമ്മൾ ശുദ്ധമായ വിശ്വാസം ജീവിതം അല്ല നയിക്കുന്നു എന്നുള്ള തോന്നലാണ് അവർക്കുണ്ടായത്. ഇപ്പൊ ചിലപ്പോൾ നമുക്കും ഉണ്ടാവാം. നമ്മളിപ്പോ ഒരു നാടിനെ പറയുമല്ല, ഒരു ആഫ്രിക്കൻ ദേശത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ട്രൈബിൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ പരമാവധി അവരെ നമ്മളെ പോലെ ആക്കാൻ നോക്കിയാലേ സ്നേഹം കൊണ്ട്, അതുപോലെ അവർ നമ്മളെ സ്നേഹം കൊണ്ട് ഇവിടുത്തെ സീറോ മലബാർ സഭാംഗങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭാരത സഭാംഗങ്ങളെ അവരുടെ പാരമ്പര്യത്തിലേക്ക് ആക്കാൻ ശ്രമിച്ചു. വസ്ത്രവിധാനം മുതൽ എന്നേ ഉള്ളൂ. അത് അവരുടെ സ്നേഹം കൊണ്ട് ചെയ്തതാണ്, അവരുടെ നന്മ കൊണ്ട് ചെയ്തതാണ്, നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ പറ്റിയൊരു പ്രശ്നം എന്താണ്? അവര് കടന്നു ചെന്ന സ്ഥലത്തൊരു ശ്രേഷ്ഠമായ പാരമ്പര്യം ഉണ്ടായിരുന്നുവെന്ന് അവരറിയാതെ പോവുകയോ അല്ലെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതിരിക്കുകയോ ചെയ്തു. ലാംഗ്വേജ് ഒരു വലിയ ബാരിയറാണ്, കൾച്ചർ ഒരു വലിയ ബാരിയറാണ്. അതിൻ്റെയൊക്കെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സംഭവിച്ച ഒരു ചരിത്രപരമായ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. അന്ന് കണ്ട് നമ്മൾ എപ്പോഴും ഇവരെ കുറ്റം പറയാനും അവരങ്ങനെ ചെയ്ത് ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അവർ സ്നേഹത്തോടെ ചെയ്ത ഒരു കാര്യം നമുക്ക് തിന്മയായി ഭവിച്ചു, ഭാരത സഭയ്ക്ക് തിന്മയായി ഭവിച്ചു. അത് കഴിഞ്ഞതുകൊണ്ടിവിടെ തീർന്നു പോയില്ല. കർത്താവ് പരിശുദ്ധ റൂഹയാണ് അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പിന്നീട് ആ കോളനൈസേഷന്റെ കാലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് റിവൈവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടായി. അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ റൂഹ ചരിത്രത്തിലൂടെ നയിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 2 കാലഘട്ടങ്ങളിൽ ഉണ്ടായതിനെ ഒരേപോലെ അധിനിവേശ ശ്രമങ്ങൾ എന്ന് വിളിക്കാമോ, ഒന്ന് മറ്റൊന്നിനേക്കാൾ ഇത് വ്യത്യാസമൊന്നും ഇല്ലാത്തപ്പോൾ രണ്ടും എടുത്തുകൂടെ എന്നുള്ള ചോദ്യമാണ്. പറയാവുന്ന 2 കാരണമാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യത്തേതിനെ അധിനിവേശം എന്ന് പറയാൻ എന്തുമാത്രം പറ്റുമെന്നുള്ള ചോദ്യം. 2, പരിശുദ്ധ ഈ തോമസ് ലീഹായുടെ അതേ പാരമ്പര്യത്തിലുള്ള പൗരസ്ത്യമായിരിക്കുന്ന ഒരു പാരമ്പര്യം അന്നു മുതൽ ഉണ്ടായിരിക്കുകയും ആ പാരമ്പര്യത്തിലുള്ള ആരാധനാക്രമം വികസിച്ചിരിക്കുകയും ചെയ്തതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കെ അതിനെ പുൽകുകയും അതേസമയം നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്തു തന്ന സീറോ മലബാറിന്റെ പേരിൽ നമ്മൾ എന്ന് പറയുന്നത് ഞാനും ആയതുകൊണ്ട് നമുക്ക് നന്മകൾ ചെയ്തു തന്ന ലത്തീൻ സംസ്കാരത്തെ സ്നേഹത്തോടെ മാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ട് ചെയ്യാവുന്നത്. ഗുഡ് ഈവനിങ് അച്ഛാ, സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അങ്കിലെ ആ ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് വരാൻ പറ്റും. ഞാൻ യഥാർത്ഥത്തിൽ ലാറ്റിൻ റീത്താണ് ജനിച്ചത്, വളർന്നതെല്ലാം ലാറ്റിൻ റീത്ത്, വിവാഹം കഴിച്ചത് മലങ്കര റീത്ത്. എന്നിട്ട് പിന്നെ മലങ്കര റീത്ത് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തോട്ട് പോയി വിവാഹം കഴിക്കുകയും ഞങ്ങൾ അവിടെ സെറ്റിൽ ആവുകയും ചെയ്തതാണ് പണ്ട്. അപ്പോൾ മലങ്കര റീത്തിൽ അവിടെയാണ് ഞങ്ങൾ കുർബാനയ്ക്ക് 10-30 വർഷം കൊണ്ട് എൻ്റെ വൈഫും മക്കളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റീത്തിൽ തന്നെയാണ് അവർ സൺഡേ സ്കൂളൊക്കെ പഠിച്ചത്. പക്ഷേ ഞാൻ 10-30 വർഷം കൊണ്ട് ഗൾഫിലായതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് സാധാരണ പോകുന്നതെല്ലാം സീറോ മലബാർ സഭയുടെ കുർബാനയ്ക്കാണ് 10-30 വർഷം കൊണ്ട്. കാരണം എൻ്റെ സമയം സാറ്റർഡേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാവം പറ്റുന്നുണ്ട്, സീറോ മലബാർ കുർബാനയായിട്ടാണ് എനിക്ക് പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കുർബാനയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ വൈഫും മലങ്കര, ഞാൻ ലാറ്റിൻ, പിന്നെ ഞാൻ തന്നെ സീറോ മലബാറിലെ പല കുർബാനയ്ക്കും എപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. കാരണം എനിക്കത് ഇഷ്ടമാണ്, ഞാൻ പങ്കെടുക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ, അതായത് പറഞ്ഞു വന്നത് പല റീത്തുകളിൽ അറിയപ്പെടുന്നത്
എല്ലാം ഒന്നാണെന്നുള്ള ഒരു തത്വം ആദ്യമേ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എനിക്ക് മലങ്കരയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ ലാറ്റിൻ പള്ളി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ അപ്പുറമായിട്ടാണ് ഞങ്ങൾ മലങ്കര റീത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മലങ്കര പള്ളിയിൽ അവരുടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ, സഭാപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ, അതോ അത് എനിക്ക് ലാറ്റിനിൽ മാത്രമേ പോകാൻ പറ്റൂ? കാരണം എന്റെ ഇടവക എപ്പോഴും ഏത് ലാറ്റിനാണ്. കമ്മിറ്റിയിലാണ് സഭാ മലങ്കരയിൽ കമ്മിറ്റി ഉണ്ട്, അൽമായ മലങ്കരയിൽ കമ്മിറ്റി ഉണ്ട്. മലങ്കരയിൽ പറ്റുമെന്നാണോ ചോദിച്ചേ? മലങ്കരയിൽ മലങ്കരയിൽ പറ്റും. അല്ല, എന്റെ ഇടവക സിറോ മലബാറിൽ ലാറ്റിൻ പറ്റില്ല. ഇടവക. കാരണം ആ ലാറ്റിനാണ്, പക്ഷെ വിവാഹം ചെയ്തിരിക്കുന്നത് മലങ്കരയാണ്. മലങ്കരയാണ്. സ്വാഭാവികമായിട്ടും അന്നേരം പറ്റും. പറ്റും. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ഒരു ചോദ്യം എന്നുള്ള പോലെ അച്ഛനോട് ചോദിക്കാനുള്ള അടുത്ത ക്ലാസ്സുകളിലെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ആസ്പെക്റ്റിൽ ചില റൂറൽ ഏരിയാസിൽ ഈ കുർബാനയെ മോഡിഫൈ ചെയ്തുകൊണ്ട് പല വിധത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളും കുർബാനയിലേക്ക് വരികയും ഓണം ആഘോഷിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അത് ഓക്കെ, കൾച്ചറൽ ആക്ടിവിറ്റി അവരെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിലും അതിലുള്ള വൈവിധ്യവും അതിലുള്ള വിപരീതമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ ഒരു ക്ലാസ് ഏറ്റവും മനോഹരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ റിച്ച്നെസ് മനസ്സിലാക്കി ഒത്തിരി അഭിമാനവും എന്താ പറയുക, എനിക്ക് ചോര തിളയ്ക്കുന്ന വിധത്തിലുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പ്രവാചക ശബ്ദത്തിനും ഒത്തിരി നന്ദി പറയുന്നു. നമ്മൾ അൽമായരായ ഞങ്ങൾക്ക് ഏറ്റവും കടമ ഉണ്ട് പ്രാർത്ഥിക്കാനും വൈദികർക്ക് വേണ്ടി ഇതിനുള്ള ഒരു ഇതുണ്ടാകാൻ പ്രാർത്ഥിക്കാനും അതുപോലെ സഹായിക്കാനും, പ്രവാചക ശബ്ദത്തെ സഹായിക്കുവാനും കൂടി ഞാൻ ഒരു റെക്കമെൻഡേഷനാണ് ബൈ ദ വേ. കാരണം ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ടു എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ ഇറ്റ്. താങ്ക് യു. ദൈവത്തിന് സ്തുതി. കുർബാന നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലം കുറിച്ച് പിന്നീട് ഒരു സമയത്ത് കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാം. പരിശുദ്ധ കുർബാനയിൽ അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളും നടത്താൻ ആർക്കും അധികാരമില്ല. ഇനി പരീക്ഷണാർത്ഥത്തിൽ ചില വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വത്തിക്കാന്റെ അനുമതിയോടുകൂടെ സഭ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത സ്ഥലത്ത് ആ പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഭാരതത്തിൽ അങ്ങനെ കാര്യമില്ല. അതായത് നേരത്തെ ഒരു ഭാരത പൂജയൊക്കെ നടത്താനുള്ള 2 സ്ഥലങ്ങളിൽ അനുവാദം കൊടുത്തിരുന്നതായിട്ട് എനിക്കറിയാം. അത് ആ സ്ഥലത്തിലുള്ള ആളുകൾക്ക് മാത്രം. അതൊരു പരീക്ഷണാർത്ഥത്തിലാണ്. പിന്നീട് അത് പിൻവലിക്കുകയും ഇനി ഒരിക്കലും അത് ചെയ്യാൻ അനുവാദം ഇല്ലാത്തതുമാണ്. ഞാൻ പിന്നീട് അതിന്റെ പരമ്പരാധികൾ എന്തൊക്കെയാണ് അവരുടെ സതുദ്ദേശങ്ങൾ, എന്തുദ്ദേശത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത്, അതിനകത്ത് ഈ അന്യമത ആചാരങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണോ, ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് സമയത്ത് വിശദീകരിക്കാം. അച്ഛാ, എൻ്റെ ഒരു സംശയം, നമ്മൾ ഏക കത്തോലിക്ക സഭ, പരിശുദ്ധ കത്തോലിക്ക സഭ ഏകമാണെന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും പലപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഈ അതിൽ അംഗങ്ങളായ റീത്തുകളെന്ന് പകരം സഭകളെന്ന് എപ്പോഴും പറയുമ്പോൾ അത് ചെറിയവരായവർക്ക് ഒരു ഉതപ്പല്ലേ, അത് ശരിയായ കാര്യമാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അവയെ വ്യക്തിസഭകൾ എന്നാണ് വിളിക്കുക, വ്യക്തിസഭകൾ എന്ന് വിളിക്കുക. അതിനകത്തൊരു കുഴപ്പമില്ല. കത്തോലിക്ക സഭ വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് എന്നാണ് പരിശുദ്ധ സഭയുടെ പ്രബോധനവും തിരിച്ചറിവും. അത് ഉചിതവുമാണ്. ഈ സഭകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിതറിക്കിടക്കുന്ന സഭകൾ എന്നല്ല. ഉദാഹരണത്തിന് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ നമ്മൾ വായിക്കില്ലേ, അത് ആ അർത്ഥത്തിലാണ് അങ്ങനെ വിളിക്കുന്നത്. ഒരു എക്ലേഷ്യൽ കമ്മ്യൂണിറ്റി എന്നതാണ് അതിന്റെ ധ്വനി. അപ്പൊ അതുകൊണ്ട് അതിന് തത്തുല്യമായ മറ്റൊരു പദം ഇല്ലാത്തത് കൊണ്ടും ഒക്കെ അങ്ങനെ വ്യക്തിസഭ എന്ന് പറയുന്നതിനകത്ത് അത് ടെക്നിക്കലാണ്, കാനോനിക്കൽ ടേമാണ്. അത് ഉപയോഗിക്കുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് പലപ്പോഴും കേൾക്കുമ്പം കുറേ സഭകൾ എന്ന് പറഞ്ഞേക്കാൾ ഏകസഭയല്ലേ എന്ന് പറയുന്നത് അല്ലെ നല്ലതെന്ന് നമുക്ക് ഇങ്ങനെ മനുഷ്യമായിട്ട് നമുക്ക് തോന്നിയാലും സോഫാർ അതിനകത്ത് ടെക്നിക്കലി വലിയ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഏകതയെ നഷ്ടപ്പെടുത്തുന്നുമില്ല. കത്തോലിക്ക സഭയുടെ അംഗമായ വ്യക്തിസഭയാണത് എന്ന് തന്നെ പറഞ്ഞാൽ ബോധ്യപ്പെടുത്തിയാൽ മതിയാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് ഇതാണ് അതിന്റെ ഒരു വശം. ശരിയായിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നേ, കേൾക്കാമോ അച്ഛാ? കേൾക്കാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കുർബാന പുസ്തകത്തിലെ വിശ്വാസ പ്രമാണത്തില് പുണ്യവാന്മാരുടെ ഐക്യം നമ്മൾ ഏറ്റു പറയുന്നില്ലല്ലോ കുർബാന പുസ്തകത്തില്. അതെന്തുകൊണ്ടാ? 12 വിശ്വാസത്തിൽ വരുന്നതല്ലേ ഇത്? അതായത് അച്ഛനെ കുറിച്ച് വിശദമായ ക്ലാസ് കൊടുത്തതാണല്ലോ. അതെ. അതായത് ഈ അതേ അർത്ഥമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് മരിച്ചവരുടെ ഉയർപ്പിൽ
വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുന്നതിനകത്ത് തന്നെ അതുണ്ട്. ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗങ്ങളെ പുനഃക്രമീകരിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ വിശ്വാസ പ്രമാണത്തിനകത്ത് ഈ 12 വിശ്വാസ സത്യങ്ങളും അതെല്ലാത്തിനകത്തും ക്രമമായിട്ടുണ്ട്. അതിനകത്തൊന്നും നഷ്ടപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. ചില വാക്കുകൾ ചിലതിനെയും കൂടെ ധ്വനിപ്പിക്കുന്നതായതുകൊണ്ട് കമ്പൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് തന്നെയാണ് മരിച്ചവരുടെ ഉയർപ്പ്, നിത്യജീവൻ എന്ന് പറയുന്ന കാര്യം. മരിച്ചവർ ഉയർക്കുകയും നിത്യജീവനിലായിരിക്കുകയും ചെയ്യുന്നതാണല്ലോ പുണ്യവാന്മാരുടെ കൂട്ടായ്മയും. അതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റുന്നതിനകത്തുള്ള ചെറിയ വേർഡിങ്ങിനകത്തുള്ള വ്യത്യാസം മാത്രമേ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലും സന്യസ്ത സഭകളുണ്ടല്ലോ, ആ സഭകള് അവരുടെ ശുശ്രൂഷ മേഖലകള് സീറോ മലബാർ രൂപതകളിൽ മാത്രമാണോ അതോ മറ്റ് സ്ഥലങ്ങളിലേക്കും അവർക്ക് ശുശ്രൂഷ വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെയുള്ള ചില നോർത്ത് ഇന്ത്യൻസിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. സീറോ മലബാർ രൂപതകളിൽ മാത്രം അവിടെ നിന്നുള്ള റിലീജിയസ് കൂട്ടായ്മ വരുന്നുള്ളൂ എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതായത് ഏതൊരു പ്രദേശത്തും അവിടെ ഒരു സന്യാസ ഭവനം ആരംഭിക്കണമെങ്കിൽ, സന്യാസികൾക്ക് ഒരു സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ബിഷപ്പിന്റെ അനുമതി വേണം. ആ പ്രദേശത്തെ മെത്രാന്റെ അനുമതി വേണം. അപ്പം ഇപ്പം എന്താ പറയുക, നോർത്തില് ഇപ്പം നമുക്ക് ഓൾറെഡി ജൂറിസ്ഡിക്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം സീറോ മലബാർ സഭ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കോൺവെന്റ് സ്ഥാപിക്കണമെങ്കിൽ അവിടുത്തെ ലത്തീൻ ബിഷപ്പ് അനുവദിച്ചാൽ മതി. അങ്ങനെ അവർക്ക് തുടങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. മെത്രാന്റെ അനുമതി വേണം എന്ന് മാത്രം. മെത്രാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ആ രൂപതയിൽ പറ്റില്ല. അതിനുവേണ്ടി ഞാൻ നന്ദി പറയുന്നത് എന്നാ വെച്ചാൽ നമ്മുടെ ലിയോ 14 പാപ്പയുടെ അച്ഛൻ ഇതിനകത്ത് കൊണ്ടുവന്നത് വളരെ അപ്രോപ്രിയേറ്റ് ആയിരുന്നു. എന്ന് വെച്ചാല് ഞാൻ ഓർത്താറ് നമ്മുടെ റീത്തിനെ കുറിച്ചൊക്കെ ഇത്രമാത്രം എനിക്കൊരു തെറ്റാറിന എന്ന് വെച്ചാല് പാശ്ചാത്യ സഭകൾ ഇത്ര വലുതായതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ വലിയൊരു ഈക്വൽ ഇത് ഉണ്ടെന്നുള്ളതായിരുന്നില്ല ഒന്നത്. പിന്നെ നമ്മുടെ സീറോ മലബാർ സഭ ഇപ്പം പരിസഭകൾ ഏറ്റവും വലിയ സഭയാണെന്ന് അറിയുന്നത് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ പിതാവ് 13 പാപ്പായെ ലിയോ 13 കൂട്ട് ചെയ്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യാൻ ഇതെന്നുള്ളതല്ലേ, അതൊക്കെ എത്രയോ മഹത്തായതാണ്. അത് നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊക്കെ നമുക്ക് ഒരു നല്ലൊരു ബോധ്യം തന്നു. അതിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഇതിന്റെ ലിറ്റർജിയിലെ വൈകാരികതയെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ പലപ്പോഴും നമ്മുടെ കുർബാനയിലൊക്കെ നമ്മുടെ സ്ഥാപന വിവരണത്തിലൊക്കെ വളരെ ഡ്രമാറ്റിക്കലായിട്ടൊക്കെ പലരും അങ്ങനെ കേൾക്കണം. അപ്പൊ അത് നമ്മളെ ഒരു വൈകാര്യതയിലേക്കൊക്കെ നയിക്കാറുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിസിക്കൽ എന്താ പറയാ ഇമോഷണൽ വൈകാരികത എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട്. പക്ഷെ അതല്ല ഇതിന്റെ കേന്ദ്രമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും വൈകാരികമായി തോന്നാത്ത പോലെ ഒരാൾ ബലിയർപ്പിച്ചാലും ആ ബലിയർപ്പണത്തെ മനസ്സിലാക്കുന്നയാൾക്ക് കർത്താവിന്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന സ്നേഹത്തെ അനുഭവിക്കാൻ പറ്റും. അതാണ് ആളെ ടേക്കപ്പ് ചെയ്യണത്. അതായത് ആ വാക്കിന്റെ ഇതോ അല്ലെങ്കിൽ ഒരു കീബോർഡുകാരൻ ചെയ്യുന്നതോ ഒന്നുമല്ല. ഇനി പരിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുമ്പം അതിന്റെ നോർമൽ ചാൻറ്റിങ് ആണ് അതിനകത്ത് ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം സീറോ മലബാർ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയാം. ക്രമത്തിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ചാൻറ്റ് ചെയ്യപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ബാക്കിയൊക്കെ ഇങ്ങനെ ചൊല്ലി പോകുന്നു, എന്നിട്ട് ഈ കുദാശ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർഡിങ്സ് ഒക്കെ വരുമ്പം അന്നേരം മാത്രം പെട്ടെന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് മിസ്റ്റിക്കലി അത് പരിശുദ്ധ കുർബാനയിൽ മുഴുവനിലുമാണ് കർത്താവിന്റെ ശരീരക്തങ്ങളായി മാറുന്നു. ആ വാക്കുകൾക്ക് അമിതമായ ഒരു മാന്ത്രിക ശക്തി ഉണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് പോലത്തെയുള്ള ഡ്രാമാറ്റിസം സഭ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമുക്ക് പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, നമ്മുടെ ഒറിജിനൽ കുർബാനക്രമത്തില് സിറിയൻ ലാംഗ്വേജ് ആയിരുന്നല്ലോ, നമ്മൾ അത് മാറ്റിയിട്ട് ഇപ്പം മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ അതില് ചെല്ലുന്നത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണോ അതോ ഇടയ്ക്ക് അത് യൂസ് ചെയ്യേണ്ടതാണോ? അത് കാരണം അത് ചിലപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പം ചില അപൂർവമായിട്ട് ഇപ്പൊ അത് പല കുർബാനകളിലും ചെല്ലുന്നുള്ളൂ, സിറിയനായിട്ട് ചില അച്ഛന്മാര് സ്പെഷ്യലായിട്ടൊരു ഒക്കേഷണലി. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളൊരു കാര്യമാണ്. പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നതിനേക്കാൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നതിനേക്കാൾ സംരക്ഷിക്കപ്പെടുക, അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അതെങ്ങനെ സംരക്ഷിക്കാം?
അത് പതുക്കെ പതുക്കെ ഈ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പതുക്കെ തുടങ്ങുകയും കുറെ ആളുകൾക്ക് അതിന് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കുക. അപ്പൊ അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെ ആ കുർബാന, ആ ഭാഷയിൽ കുർബാന അർപ്പിക്കാനും കൂടാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അങ്ങനെ അത് കുറച്ചുകൂടെ ആളുകളെ സ്വാധീനിക്കുന്നു. അങ്ങനെയൊക്കെ അതിനെ പ്രചരിപ്പിക്കാം. എന്നാൽ സഭ നമുക്ക് അനുവദിച്ചു തരുന്ന പ്രാദേശിക ഭാഷയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം അത് നിഷേധിക്കപ്പെടാനും പാടില്ല. അങ്ങനെ പരിപോഷിപ്പിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോവുകയും ചെയ്യും. ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ പലതാണ്. ഒന്ന്, നമ്മുടെ ആ പാരമ്പര്യം തലമുറകൾക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഭാഷ സംരക്ഷിക്കപ്പെടുമ്പം അത് അറിയാൻ പറ്റും. രണ്ടാമത്തെ എന്നറിയാമോ, കൂടുതൽ റൂട്ടിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വാക്കിനെ അതിന്റെ ഒറിജിനൽ ഭാഷ പഠിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ആ വാക്കല്ല ഉപയോഗിക്കേണ്ടത്, ഈ വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം എന്താ പറയാ, നമ്മൾ സിറോ മലബാർ കുർബാനയിലാണ് പോലും കഴിഞ്ഞിടയ്ക്ക് പരിഷ്കരിച്ചപ്പോൾ കൃപ എന്ന വാക്ക് മാറ്റി സ്ഥാപിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാട്ടിനകത്തൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ഈ റൂട്ട് ലാംഗ്വേജിന്റെ റൂട്ട് മീനിങ് കൂടുതൽ അനലൈസ് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ അത് നിലനിന്നാലാണ് നമുക്ക് ഈ പഠനം കൂടുതൽ നന്നായിട്ട് നടത്താനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ട്ടെ അച്ഛൻ, എൻ്റെ ഒരു സംശയം, ഞാൻ സീറോ മലബാർ വിശ്വാസിയാണ്, എൻ്റെ ഹസ്ബൻഡ് ലാറ്റിനുമാണ്. അപ്പോൾ എനിക്കപ്പോൾ സീറോ മലബാർ ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ യാമപ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോഴും ചിലപ്പം വീട് സീറോ മലബാർ, ആ സീറോ മലബാർ ഇത് അങ്ങ് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അതാണ് ഇതാ വരുന്നത്. പിന്നെ നോയമ്പും ഒക്കെ സീറോ മലബാർ രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത്. 50 നോയമ്പ്, അങ്ങനെ 25, അങ്ങനെയൊക്കെ. അതായത് സഭ ആഗ്രഹിക്കുന്നത് ഒരു ഒരു ചെറിയ പൗരസ്ത്യ സഭയും വലിയ സഭയും ഉണ്ടായിരിക്കെ ഈ ചെറിയ പൗരസ്ത്യ സഭ വലുതിനകത്ത് അലിഞ്ഞില്ലാതായി പോകരുത് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ കല്യാണം നടക്കുവാണെങ്കിൽ ഈ വലിയ സഭയിലെ അംഗം, അത് സ്ത്രീയായാലും പുരുഷനായാലും, ഈ ചെറിയ പൗരസ്ത്യ സഭയിലേക്ക് ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദാഹരണം പറഞ്ഞതാണ്, 1000 പേര് മാത്രം സീറോ മലബാർ സഭയിലുണ്ട്, 10 ലക്ഷം പേര് ലത്തീൻ സഭയിലുണ്ട്. അപ്പോൾ കല്യാണം നടക്കുമ്പം കുറച്ച് വർഷങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇവരെല്ലാം അതിനകത്തേക്ക് ചേർന്നെങ്കിൽ ഇല്ലാതായി പോകും അല്ലെങ്കിൽ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ വലിയ സഭയിലെ അംഗം, ലത്തീൻ സഭയിലെ അംഗം ഈ പൗരസ്ത്യ സഭയിലേക്ക് ചേരണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ തുടരാവുന്നതാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ആരാധനാക്രമത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നത് അങ്ങേ തന്നെയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിത്രാണ കർമ്മത്തെയാണ്. അങ്ങയുടെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാനങ്ങൾ, പരസ്യജീവിതമൊക്കെ ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് പരിശുദ്ധ സഭയുടെ ആരാധനാക്രമത്തിൽ പങ്കുചേരുമ്പോഴാണ്. അത് നന്നായി പഠിച്ച് നന്നായി അറിഞ്ഞ് പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ജനിക്കാൻ അനുവദിച്ച റീത്തുകളുടെ മഹത്വത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ബോധ്യപ്പെട്ട് അഭിമാനിച്ച് അതിൽ നിലനിൽക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നമ്മുടെ കൂട്ടായ്മയെ അവിടുന്ന് ആശീർവദിക്കുകയും വിവിധ റീത്തുകളുടെ അംഗങ്ങളായ നമ്മളെ വലിയ സ്നേഹത്തിന്റെ ഐക്യത്തിൽ നിലനിർത്തുകയും ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പാരമ്പര്യത്തെ ഏക കത്തോലിക്ക സഭയുടെ അംഗങ്ങളായിരുന്നു കൊണ്ട് ബോധ്യപ്പെട്ട് സ്നേഹിച്ച് കൂട്ടായ്മയിൽ വളരാൻ ഇടയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.